ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലമേൽ ഷോ കഴിഞ്ഞ ഒരു പകൽ പിന്നിടുമ്പോൾ ഗവർണർ ലക്ഷ്യം വെച്ച തരത്തിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് നേടാനായോ? കേന്ദ്ര സുരക്ഷ ഒരുക്കി സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം എത്ര കണ്ട് ഗുണം ചെയ്തു? ഇരിക്കുന്ന പദവിയുടെ മാന്യത നിരന്തരം മറക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് MV ഗോവിന്ദൻ മാസ്റ്റർ നൽകിയ മറുപടി എക്സ് പോയാൽ വൈ വരുമെന്നാണ്. എത്ര കൃത്യമാണെന്ന് നോക്കൂ. ഗവർണർമാരെ ഉപയോഗിച്ച് പ്രതിപക്ഷ കക്ഷികളെ നിരന്തരമായി വേട്ടയാടാനുള്ള കേന്ദ്ര ശ്രമത്തിന്റെ ചുരുക്കെഴുത്തായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പേര് മാറുകയാണോ? ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി KT കുഞ്ഞിക്കണ്ണൻ CPIM-ൽ നിന്നും, പ്രിൻറ്റു മഹാദേവ് BJP നേതാവ്, N ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. പ്രിന്റു, ഗവർണർ ഈ കേരളത്തിൽ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളുടെയും തിരക്കഥ അത് RSSന്റേതും സംഘപരിവാറിന്റേതുമാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പക്ഷെ ഇന്നലത്തെ നിലമേൽ നാടകത്തോടുകൂടി ഗവർണർ എന്ന പദവി തന്നെ പരിഹാസ്യപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. BJPയും RSSും ഇനിയും ആരിഫ് മുഹമ്മദ് ഖാനെ ഓൺ ചെയ്യുന്നുണ്ടോ? ഒന്ന്, ഗവർണർക്കെതിരെ ഈ ആരോപണം കൊണ്ടൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു വ്യാഖ്യാനം നടത്തിയത് കൊണ്ടൊന്നും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആ വ്യക്തി കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമുണ്ട്. നമുക്കറിയാം, ഡിസംബർ 11-ാം തീയതി മുതൽ കേരളത്തിന്റെ ഗവർണറെ തെരുവിൽ വെച്ച് ആക്രമിക്കുന്ന സാഹചര്യം കേരളത്തിൽ നമ്മൾ കണ്ടു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഗവർണറെ തെരുവിൽ ആക്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുള്ള സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. നമുക്കറിയാം, നമ്മുടെ ജനാധിപത്യത്തിൽ എല്ലായ്പ്പോഴും ആലങ്കാരികമായിട്ടുള്ള ഒരു പദവിയായിട്ടല്ല ഗവർണർ പദവി കാണുന്നത്. സ്വാഭാവികമായി ഭരണഘടനാ പദവി അനുസരിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു പദവിയാണ് ഗവർണർ. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രിക്ക് അടക്കം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന വലിയൊരു പദവിയാണ്. സംസ്ഥാനത്തിന്റെ തലവൻ ആരെന്നുള്ള ഭരണഘടനാപരമായിട്ടുള്ള ദൗത്യം ചോദിക്കുന്ന സമയത്ത് ഗവർണർ തന്നെയാണ്. പക്ഷെ നമ്മൾ കണ്ടത് കേരളത്തിൽ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ കേവലമായിട്ടുള്ള വ്യക്തിവിരോധം കൊണ്ട് ഒരു ഗവർണറെ ഈ ഒരു പറ്റം ആളുകൾ ആക്രമിക്കുന്ന സാഹചര്യം കേരളത്തിൽ കാണുന്നു. നമുക്ക് ജനാധിപത്യ രീതിയിലുള്ള ചർച്ചയുടെ ആരംഭഘട്ടം മുതൽ തന്നെ പ്രിന്റു കേൾക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പ്രിന്റു പറയുന്നു, വ്യക്തിവിരോധം കൊണ്ട് ഗവർണർക്ക് മേൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നു. ഒന്നാമത്തെ കാര്യം, ആക്രമണം നടത്തി എന്നുള്ള ചോദ്യമാണ്. രണ്ട്, ഗവർണർ എന്ന വ്യക്തിയോട് എന്ത് വ്യക്തിവിരോധമാണ് കേരളത്തിൽ ആർക്കെങ്കിലും ഉള്ളത്? അങ്ങനെ ഏതെങ്കിലും വ്യക്തിവിരോധത്തിന്റെ പേരിലാണോ? SFI ആണ് പ്രിന്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ SFI ഇപ്പോൾ ഇന്നലെ വരെ നടത്തിയ സമരത്തിന് അവർ പ്രഖ്യാപിച്ച കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അത് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അല്ല, ചാൻസലർ പദവി ദുരുപയോഗം ചെയ്യുന്ന ഗവർണർക്കെതിരെയാണ്, അല്ലെങ്കിൽ ചാൻസലർക്കെതിരെയാണ്. അവിടെ എവിടെയാണ് പ്രിന്റു വ്യക്തിവിരോധം? അങ്ങനെയല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ എന്ന് പറയുന്നതിനപ്പുറം നിങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ടും അദ്ദേഹം ഏത് രീതിയിലുള്ള ആളാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഡിസംബർ 11-ാം തീയതി സർക്കാർ, ഇത് SFIക്കാരെ ഞങ്ങൾ അങ്ങനെ കുറ്റം പറയും, ഇത് സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഗവർണർക്കെതിരെയുള്ള ഒരു സമരമായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആസൂത്രിതമായിട്ട് ഗവർണർക്കെതിരെ കേരളത്തിൽ നടക്കുന്ന ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സമരം. ഭരണഘടനയെ മൂല്യങ്ങളെ വിശ്വസിക്കുന്ന ഒരാളും ഈ ഗവർണർക്കെതിരെ പ്രത്യക്ഷമായിട്ട് ഈ തെരുവിൽ ഒരു പോരാട്ടം നടക്കില്ല. ഒന്ന്, ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാതെ കേവലം ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഗവർണർ ഞങ്ങൾക്ക് വഴങ്ങുന്നില്ല, അങ്ങനെയാണല്ലോ AKG സെന്ററിനെ വിധേയമായിക്കൊണ്ട് ഗവർണർ വഴങ്ങാത്തതിന്റെ പേരിൽ ഗവർണറെ ഞങ്ങൾ ഈ കേരളത്തിൽ തെരുവിൽ കാല് കുത്തിക്കില്ല, ഇവിടുത്തെ ക്യാമ്പസുകളിൽ കാല് കുത്തിക്കുക എന്നുള്ള ധാർഷ്ട്യം, ആ ധാർഷ്ട്യത്തെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സത്യത്തിൽ ഈ ചോദ്യം ചെയ്തു. ഏതെങ്കിലും തരത്തിൽ വഴങ്ങണം ഗവർണർ എന്ന് ശഠിച്ചത്, അങ്ങനെയാണെങ്കിൽ അത് ഹൈക്കോടതിയാണ് എന്ന് പറയേണ്ടി വരും, കേരള ഹൈക്കോടതിയാണ് എന്നുള്ളത്. ഗവർണർ ഉയർത്തിയ വിഷയത്തിന്മേലാണല്ലോ, അത് നിയമപരമായ യുദ്ധം നടക്കുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ കോടതി സ്വീകരിച്ച നിലപാട് എന്താണ് എന്നത് കൂടി പ്രിന്റു പറയേണ്ടി വരും. പിന്നെ പ്രിന്റു നിരന്തരം ഇങ്ങനെ പറയുന്നുണ്ട്, ആക്രമിച്ചു, ഗവർണർക്ക് സുരക്ഷാ ഭീഷണിയുണ്ട്. എവിടെയാണ് പ്രിന്റു? ഇന്നലെ ഇപ്പോൾ ഗവർണർ ചാടിയിറങ്ങി നിലമേൽ കാണിച്ച ഷോ വളരെയധികം കഴിഞ്ഞ ഒരു പകൽ മുഴുവൻ നമ്മളത് ചർച്ച ചെയ്തു. എവിടെയാണ് ഗവർണർക്ക് നേരെ ആക്രമണം ഉണ്ടായത്? ആക്രമണം ഉണ്ടായില്ല സിത. ഡിസംബർ 11-ാം തീയതി കേരളത്തിൽ പ്രോട്ടോകോൾ വാഹനങ്ങൾ ഗവർണറെ ആക്രമിക്കാൻ നിർത്തിക്കൊടുത്ത് ചരിത്രത്തിൽ ആദ്യമായി ഗവർണറുടെ കാർ ആക്രമിച്ചില്ലേ? ഇല്ല എന്ന് സ്ഥിതിക്ക് എങ്ങനെ പറയാൻ സാധിക്കുക?
ഈ പിണറായി വിജയന്റെ പോലീസല്ലേ FIR ഇട്ട് 75,000 രൂപയുടെ നഷ്ടം കണക്കാക്കിയത്? പിണറായി വിജയന്റെ പോലീസല്ല. അപ്പൊ എങ്ങനെ നിങ്ങൾ ആക്രമിച്ചില്ല എന്ന് പറയുക? നിരന്തരമായിട്ട് ഗവർണർക്ക് അദ്ദേഹത്തിന് നോക്കൂ, ഭരണഘടനാ പദവി അനുസരിച്ച് അദ്ദേഹം വഹിക്കുന്ന പോസ്റ്റിനനുസരിച്ച് അദ്ദേഹം ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും നിങ്ങൾ അനുവദിക്കില്ല എന്നെങ്ങനെയാ പറയാ? അങ്ങനെയുള്ള ധാർഷ്ട്യമൊന്നും നടക്കില്ല. ഇത് ജനാധിപത്യ രാജ്യമല്ലേ? ജനാധിപത്യ രാജ്യത്ത് ഇപ്പോൾ ചെയ്യുന്നത് ശരി, ഞാൻ പ്രിന്റുവിലേക്ക് മടങ്ങിയെത്താം. ശ്രീ M ജയചന്ദ്രൻ, നോക്കൂ, പ്രിന്റു ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങുന്നത് ഗവർണർക്കെതിരെ ഇത്തരത്തിൽ നിരന്തരം ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ ക്രമസമാധാന നിലയിൽ പ്രശ്നമില്ലേ എന്നുള്ളതാണ്. അങ്ങനെ ക്രമസമാധാന നിലയിൽ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തേണ്ടതില്ല, അങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ CRPFന്റെ സുരക്ഷ ഉൾപ്പെടെ ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ എത്ര കണ്ട് ശരിയാകുന്നുണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ BJP ഉയർത്തുന്ന പ്രതിരോധം? BJP ഇതേ പറയൂ. എന്താണെന്നറിയാമോ അസിത? ഇവിടെ നിലമേലാണല്ലോ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം. നിലമേല് SFIയുടെ പ്രതിഷേധമാണല്ലോ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത്. നിലമേൽ വിഷയത്തിൽ SFI ഗവർണർക്കെതിരെയാണ് പ്രതിഷേധിച്ചത്. എന്താണ് പ്രിന്റു അത് പറയാത്തത്? ഡിസംബർ 11 ഇപ്പോ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചല്ലോ, തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ ആണോ SFI പ്രതിഷേധിച്ചത്? ഈ രണ്ട് സംഭവങ്ങളിലും, അതുപോലെ തന്നെ കോഴിക്കോട് മിഠായി തെരുവിലൊക്കെ ഇറങ്ങി വലിയ ഷോ നടത്തിയല്ലോ, അവിടെയും ഗവർണർക്കെതിരെയായിരുന്നു പ്രതിഷേധം അല്ലല്ലോ, ചാൻസലർക്കെതിരെയായിരുന്നു പ്രതിഷേധം. അതെന്താണ് BJP ബോധപൂർവം മറച്ചു പിടിക്കുന്നത്? അവിടെയാണ് രാഷ്ട്രീയ തന്ത്രം ഒളിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഗവർണർക്കെതിരെയാണ് പ്രതിഷേധം എന്ന് വരുത്തി തീർക്കുക, ചാൻസലർ എന്നുള്ള ആ പദവിയിൽ നിന്ന് അടർത്തി മാറ്റി ഗവർണർ എന്ന ഭരണഘടനാ പദവിയിലേക്ക് അദ്ദേഹത്തെ സ്ഥാപിച്ചുകൊണ്ട് ഈ ഒരു പൊതുബോധം നിർമ്മിക്കുക. ഗവർണറാണ് ഈ പൊതുബോധം നിർമ്മിക്കാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതെന്നുള്ളതാണ് വിചിത്രമായ ആഭാസകരമായ മറ്റൊരു രംഗം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. പക്ഷേ ഇങ്ങനെ പൊതുബോധം നിർമ്മിക്കാനായിട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ ഇവിടെ പൊതുസമൂഹം, നിയമസഭ, കോടതി എങ്ങനെയാണ് ഈ ചാൻസലറുടെ കാര്യത്തിൽ ഗവർണർ അധികാരമുള്ള വ്യക്തി ചാൻസലർ പദവി കൂടെ കൈയാളുന്ന സന്ദർഭത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതെന്താണ് പ്രിന്റു നിങ്ങൾ മറന്നു പോകുന്നത്? ഏറ്റവും ഒടുവിൽ അതാണല്ലോ SFIയുടെ പ്രതിഷേധത്തിന് ഇപ്പൊ അടിസ്ഥാന കാരണമായിട്ടുള്ളത്. സെനറ്റിലേക്കുള്ള നോമിനേഷനിൽ ഈ ചാൻസലർ നോമിനേറ്റ് ചെയ്ത ആൾക്കാർക്ക് പ്രവേശിക്കാൻ, ആ പദവി ഏറ്റെടുക്കാൻ ഇപ്പോഴും സ്റ്റേ ആണല്ലോ. ആ സ്റ്റേ വരുത്തി വെച്ചത് ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധമായ, വിദ്യാഭ്യാസ ചട്ടങ്ങൾക്കും നയങ്ങൾക്കും വിരുദ്ധമായ നടപടികളാണ് എന്നുള്ളത് കൊണ്ടാണ് ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ പോയതും ഹൈക്കോടതി സ്റ്റേ ചെയ്തതും അല്ലേ? നിയമസഭ അദ്ദേഹത്തിന് ചാൻസലർ പദവി എടുത്ത് മാറ്റി. അപ്പോ നിങ്ങൾ ന്യായീകരിച്ചു, ഗവർണറോട് ചാൻസലർ പദവി ഇരിക്കണമെന്ന് ഇതേ മന്ത്രിസഭയും മുഖ്യമന്ത്രിയും പറഞ്ഞില്ലേ? പറഞ്ഞു, ശരിയാണ്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ആ ഒരു ഗവൺമെന്റ് കണ്ട പോസിറ്റീവ് സ്പിരിറ്റിലല്ല ഗവർണർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, ചാൻസലർ പദവിയിൽ ഇരുന്നുകൊണ്ട് എന്ന് വന്നപ്പോഴാണ് നിയമസഭ അക്കാര്യത്തിൽ അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ തീരുമാനിച്ചത്. അത് അദ്ദേഹം ഒപ്പുവെച്ചില്ല. അതവിടെ നിൽക്കട്ടെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോകേണ്ട കാര്യമില്ല. അത്തരത്തിൽ ചാൻസലർ എന്നുള്ള പദവിയിൽ ഇരിക്കുന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വളരെയധികം സൗകര്യപൂർവ്വം അദ്ദേഹത്തിന്റെ ഭരണഘടനാ പദവി എന്ന ഗവർണർ പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ നേരിടാനായി തെരുവിൽ വരെ ഇറങ്ങുന്നത്. ഇന്നത്തെ നിയമ സംഭവത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ, ജന്മഭൂമി ഒഴികെ അല്ലെങ്കിൽ ജനം TV ഒഴികെ മറ്റ് കേരളത്തിലെ വിഷ്വൽ മീഡിയയോ പ്രിന്റ് മീഡിയയോ സോഷ്യൽ മീഡിയയോ SFIക്കാർ ഗവർണറെ ആക്രമിച്ചു എന്നോ കാറിൽ ആരെങ്കിലും ഒരു വിരൽ കൊണ്ട് ഞോണ്ടിയെന്നോ പോലും പറയുന്നില്ലല്ലോ. എവിടെയും ഒരു മാധ്യമങ്ങളും അങ്ങനെ ആരോപിക്കുന്നുമില്ലല്ലോ. ഈ ഗവർണർ മാത്രമാണല്ലോ ദേ ഹിറ്റ് ഇൻ മൈ കാർ എന്ന് അലറി വിളിക്കുന്ന അദ്ദേഹമാണല്ലോ അലറി വിളിക്കുന്നത്. എന്തിനായിരുന്നു നാടകം? സുവ്യക്തമാണ് കാര്യം, സുവ്യക്തമാണ്. ഗവർണർ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്നുള്ള ആ കുപ്പായത്തിന്റെ പുറത്ത് കടന്നിട്ട് ഗവർണർ എന്ന ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരു പൊതുബോധ നിർമ്മിതിക്ക് ഇവിടെ കഴിഞ്ഞ കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് പൊതുബോധ നിർമ്മിതി? അത് ഒരുപാട് ലക്ഷ്യങ്ങൾ BJP കൊണ്ടുവന്നേ. ഇപ്പോ ഭാരതരത്നം എന്ന പരമോന്നത സിവിലിയൻ മരണാനന്തര ബഹുമതി പോലും
പിന്നെ അടുത്ത ദിവസങ്ങൾ കണ്ടില്ലേ എന്താണ്, എങ്ങനെയാണ് അതിനെ കച്ചവടം ചെയ്തതെന്നുള്ളത്. കർപ്പൂരി ഠാക്കൂറിന് അത് കൊടുത്തുകൊണ്ട് ബീഹാറിലെ ഒരു മന്ത്രിസഭയെ തന്നെ മറിച്ചിട്ട് സ്വന്തം താല്പര്യപ്രകാരം അയാളെ മുഖ്യമന്ത്രിയെ സ്വന്തം പാളത്തിലേക്ക് കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി. അതിന് ആരെയാണ് ഉപയോഗിച്ചത്? കർപ്പൂരി ഠാക്കൂർ എന്ന സോഷ്യലിസ്റ്റ് നേതാവിനെ. എന്തെങ്കിലും രാഷ്ട്രീയ ധാർമ്മികത, രാഷ്ട്രീയ മര്യാദ, ഇതൊന്നും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കില്ല എന്നുള്ളതിന് ഇതിനേക്കാളും വലിയ തെളിവൊന്നും ഇന്ത്യയിൽ വേണ്ട. അതേസമയം അതിന്റെ കേരള വെർഷനിൽ എന്താണ് ഇദ്ദേഹം കാണിക്കുന്നത്? പെട്ടെന്ന് ഇദ്ദേഹം ഒരു കടയുടെ മുമ്പ് പോയി നിലമേലിരിക്കുന്നു. ഇരുന്ന ഉടനെ 1.5 മണിക്കൂറിനകം ഉത്തരവ് വരികയാണ്. Z+ കാറ്റഗറി സെക്യൂരിറ്റിക്ക് ഒരു ഗവർണർ ഞാനിതാ തെരുവിൽ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ യൂണിയൻ ഗവൺമെന്റിന്റെ ഹോം മിനിസ്ട്രിയിൽ നിന്ന് അങ്ങനെ ഉത്തരവ് വരും എന്ന് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആൾക്കാർ പോലും പറയാത്ത നാടാണ് നമ്മുടെ നാട്. കാര്യം ആ ഒരു സാക്ഷരത നമുക്കുണ്ട്. പിന്നെ ഈ മിനിമം ലിറ്ററസി എങ്കിലും ഉള്ള ഒരാളും അത് വിശ്വസിക്കുകയുമില്ല. പക്ഷെ നിങ്ങളത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെന്താ പ്രശ്നമുണ്ടെന്ന്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി, മുഖവിലേക്ക് തന്നെ എടുക്കാം നിങ്ങളുടെ വാദം, പ്രശ്നമുണ്ട്. പക്ഷേ 1.5 മണിക്കൂർ കൊണ്ട് കൊടുക്കുമോ Z+ കാറ്റഗറി സെക്യൂരിറ്റി? കഴിയില്ല കൊടുക്കാൻ. അപ്പൊ ഇതൊക്കെ വെൽ നിറ്റഡ് സ്ക്രീൻ പ്ലേ, നന്നായി തുന്നിക്കൂട്ടിയ ഒരു തിരക്കഥ തന്നെയാണിത്. അതിന് നിങ്ങളുടെ ഇൻസിഡന്റ് ഉണ്ടാക്കണം. അത് യു ക്രിയേറ്റ് ഇൻസിഡൻസ് എന്നുള്ളതാണ് നിർദ്ദേശം, മോഡിയുടെ നിർദ്ദേശം. അങ്ങനെയാണ് ഇന്നലത്തെ നാടകത്തിന്റെ മുൻപുള്ള തിരക്കഥ എന്നുള്ളതാണ് ജയചന്ദ്രൻ വിശദീകരിക്കുന്നത്. KT, ഒരു പ്രകോപനവും ഇല്ലാതെ, ഒരു കാരണവുമില്ലാതെ ഒരു കൂട്ടം ആളുകൾ ഗവർണറെ നിരന്തരമായി വേട്ടയാടി ആക്രമിക്കുന്നു, ഉപദ്രവിക്കുന്നു, ജീവന് ഭീഷണി ഉണ്ടാകുന്നു, കേരളത്തിന്റെ ക്രമസമാധാന നില തകർന്നു എന്ന് പറയാൻ ഇതിൽ കൂടുതൽ മറ്റെന്തെങ്കിലും ഉദാഹരണം വേണോ എന്നുള്ളതാണ് BJP ചോദിക്കുന്നത്. അല്ല, BJPയുടെ ഒരു അജണ്ടയിലാണല്ലോ ഗവർണർ, അവരുടെ തിരക്കഥയിലാണല്ലോ ഗവർണർ ആടുന്നത്. ഇദ്ദേഹം ഡൽഹിയിൽ തന്നെ ഇവിടെ ഗവർണറായി നിയോഗിച്ച രാഷ്ട്രീയ യജമാനന്മാരുടെ പ്രീതിക്ക് വേണ്ടി അബദ്ധങ്ങൾ കാണിക്കുകയാണ്. തന്റേതൊരു ഭരണഘടനാ പദവിയാണെന്ന കാര്യം പോലും മറന്ന് ഇദ്ദേഹം എന്തൊക്കെ ആഭാസത്തരങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിയമത്തിന് മുകളിലല്ല ഒരു ഭരണാധികാരിയും. ആ കാര്യം ഭരണാധികാരത്തിലിരിക്കുന്നവർ വിവേകപൂർവ്വം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഇദ്ദേഹത്തിന് പ്രായത്തിന്റെ പക്വതയില്ല, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധിയില്ല. ഇദ്ദേഹം എന്താണ്, തന്റെ യജമാനന്മാരെ പ്രീതിപ്പെടുത്താനുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള നാടകങ്ങൾ കളിക്കുകയാണ്. അങ്ങനെ നാടകങ്ങൾ കളിച്ച് സ്വയം കോമാളിയാവുകയാണ്. ഡൽഹിയിലെ യജമാനന്മാരുടെ ഭൃത്യവേല ചെയ്യുന്ന ഒരു കോമാളി മാത്രമാണ് താനെന്ന് ഉന്നതമായ ഗവർണർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഗവർണർ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം സ്വയം പരിഹാസ്യമായി നമ്മളോടൊക്കെ പറയുകയാണ്. അതല്ലേ നമ്മൾ കാണുന്നത്. കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം, അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. അല്ലാതെ അദ്ദേഹം തെരുവിൽ ഇറങ്ങി വലിയ രീതിയിൽ പോലീസിനെ വെല്ലുവിളിക്കുക, നാട്ടുകാരെ വെല്ലുവിളിക്കുക, വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുക, ഇതൊക്കെ എന്താണ്? ഇതെന്താണ്? ഇത് വെള്ളരിക്ക പട്ടണമാണോ? ഇത് ഏതെങ്കിലും വാഴക്കാർ റിപ്പബ്ലിക്കാണോ? ഇന്ത്യ എന്ന് പറയുന്നത് BJP ആണ് ഭരിക്കുന്നതെങ്കിലും ഇപ്പോഴും അംഗീകൃതമായ ലിഖിതമായ ഒരു ഭരണഘടനയുണ്ടല്ലോ. ആ ഭരണഘടനയാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ നിയമം. ആ ഭരണഘടന അനുശാസിക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണല്ലോ ഗവർണർ. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അഴിത ചൂണ്ടിക്കാണിച്ചതുപോലെ, ജയേന്ദ്രൻ വിശദീകരിക്കുന്നത് പോലെ കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ തകർന്നു എന്ന് വരുത്തണം. എന്നിട്ട് 386 വകുപ്പിന്റെ പ്രയോഗത്തിലേക്ക് BJPക്ക് അവസരം കൊടുക്കണം. അങ്ങനെ അതുവഴി എന്താണ്, ചിലപ്പോൾ എന്തായിരിക്കും അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കേരളത്തിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, സർക്കാരിനെ പിരിച്ചുവിടാൻ കഴിയൂ. ഇങ്ങനെയൊക്കെയുള്ള വളരെ ബാലിശമായ, വളരെ വൃത്തികെട്ട രാഷ്ട്രീയ പ്രേരണകളാണ് ഗവർണറുടെ ഈ കളികൾക്ക് പിറകിലുള്ളത് എന്ന് തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധിയുള്ള എല്ലാ ആളുകൾക്കും അറിയും. ഗവർണർ എന്ന് പറഞ്ഞാല് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളല്ല, കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാപരമായ ഔദ്യോഗികത മാത്രമുള്ള ഒരു ഉദ്യോഗ പദവി മാത്രമാണ് ഗവർണർ എന്ന് പറയുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ കേരളത്തിൽ ഭരിക്കുന്നുണ്ട്. ആ സർക്കാർ നിക്ഷിപ്തമാണ് കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ. ഇവിടുത്തെ ഫെഡറൽ സിസ്റ്റത്തിനകത്ത് ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനം, നിയമപാലനം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആ ഉത്തരവാദിത്തം സ്റ്റേറ്റിൽ നിർവഹിക്കാൻ പറ്റുന്നില്ല എന്ന് വരുത്തി തീർക്കാനാണല്ലോ അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഇപ്പോ CRPFന്റെ പ്രൊട്ടക്ഷൻ വാങ്ങിച്ചിരിക്കുന്നത്. CRPFന് ഇവിടെ എന്താ ആക്ട് ചെയ്യാൻ കഴിയുക? CRPFന് തെരുവിലിറങ്ങിയ ആളുകളെ അടിക്കാൻ കഴിയും. കേരളത്തിൽ എത്രയോ തവണ CRPക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ കേന്ദ്ര പോലീസിന്റെ വലിയ ലാത്തിയടികൾ കേരളത്തിലെ ജനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കേരള പോലീസാണ് ഗവർണർ ഉൾപ്പെടെയുള്ള ഏത് പദവിയിരിക്കുന്ന ആളുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത്.
അത് ഭരണഘടനാപരമായിട്ട് കേരള പോലീസ് നിക്ഷിപ്തമായ ഒരു കാര്യമാണ്. ഈ കാര്യമൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു നിലവെട്ട മാനസികാവസ്ഥയിലാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം അധികാരമോഹം, കൂടുതൽ ഉയർന്ന പദവികൾക്ക് വേണ്ടിയുള്ള തന്റെ യജമാനന്മാരെ പ്രീതിപ്പെടുത്താനുള്ള നീക്കം, അവരുടെ രാഷ്ട്രീയ എതിരാളികളെ ഞാനിവിടെ BJP-ക്കാരേക്കാൾ നന്നായിട്ട് എന്റെ ഗവർണർ പദവി ഉപയോഗിച്ച് ഞാൻ നേരിടുകയാണ്, ഞാൻ അവരെ വലിയ രീതിയിലുള്ള വിഷമസന്ധിയിലേക്ക് എത്തിക്കുകയാണ്, ലോ ആൻഡ് ഓർഡർ തകർന്നു എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് ഗവർണറുടെ മനസ്സിലുള്ളത്. ആ രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹം എന്തൊക്കെ നാടകങ്ങളാണ് കളിക്കുന്നത്. ഇതൊക്കെ കേരളം പോലൊരു സമൂഹത്തിലെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഈ ആഭാസ തരങ്ങളൊക്കെ ഈ വയസ്സുകാലത്ത് ഒപ്പിക്കുന്നത് എന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് ആഭാസകർക്കും ഈ പത്മഭൂഷണവും പത്മശ്രീയും ഒക്കെ കൊടുക്കുന്ന നമ്മുടെ ദേശീയ തലത്തിൽ രാഷ്ട്രം ഉന്നതമായ സേവനങ്ങൾക്ക്, ഉന്നതമായ കഴിവുകൾക്ക് നൽകുന്ന എല്ലാ അവാർഡുകളും അതൊരു ആദരവാണ്. രാഷ്ട്രം അവരോട് കാണിക്കുന്ന ഒരു ആദരവാണ്. ആദരവുകൾ ഏറ്റവും വില കുറഞ്ഞ ആളുകൾക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ട എന്താണ്? ആർത്തവമുള്ള സ്ത്രീകള് വെള്ളമൊഴിച്ചാൽ ചെടികൾ വാടിപ്പോകും, വാസ്തു നോക്കാതെ കെട്ടിടം വിടന്നാൽ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഈ 21ാം നൂറ്റാണ്ടിൽ നമുക്ക് അവിശ്വസനീയമായ കാര്യങ്ങള് പൊതുവേദികളിൽ വന്ന് ഒരു മടിയുമില്ലാതെ തട്ടിവിടുന്ന തമ്പുരാട്ടിമാരെയൊക്കെ ബഹുമാനിക്കുകയാണ്. തമ്പുരാട്ടിമാർക്ക് ഇങ്ങനെ പത്മശ്രീ കൊടുത്ത് ഈ RSS പ്രതിദാനം ചെയ്യുന്ന പ്രാചീനതയുടേതായ വളരെ അശ്ലീലകരമായ ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ രാജ്യത്തെ ജനമനസ്സുകളിലേക്ക് എത്തിക്കാനാണ് RSS ശ്രമിക്കുന്നത്. ഈ അജണ്ട നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് RSSന്റെ ഒരു ടോട്ടൽ അജണ്ടയിലാണ് ഗവർണർ കളിക്കുന്നത്. അതിനെ ഒറ്റപ്പെടുത്തി കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. ഗവർണർക്ക് കേരളത്തിൽ ലോ ആൻഡ് ഓർഡർ തകർന്നിരിക്കുന്നു, അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന് ഇടപെടാം, ആ രീതിയിൽ 386 വകുപ്പ് ഉപയോഗിക്കാം, അതിനെ രാഷ്ട്രപതിക്ക് ഇവിടെ അഭ്യർത്ഥിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചാണ് ഗവർണർ കളിക്കുന്നത്. പക്ഷെ കേരളത്തിലെ ജനങ്ങള് 1959 ഒന്നുമല്ല, അത് ഗവർണർ മനസ്സിലാക്കണം. 51 വ്യത്യസ്തമായിട്ട് കേരളം മാറിയിട്ടുണ്ട്, കേരള സമൂഹം മാറിയിട്ടുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ട എന്താണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതിശക്തമായ പ്രതിരോധം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട്, അദ്ദേഹത്തിന് മാത്രമല്ല തെരുവിലിറങ്ങാൻ അറിയുന്നത്, ഗവർണറുടെ അജണ്ടയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ സാധാരണക്കാരായ ആളുകളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അത് ഇന്നലത്തെ നിലമേൽ നാടകത്തോടു കൂടി മാറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പ്രിന്റു ആദ്യം മുതൽ പറയുന്നു ഗവർണറോടുള്ള വ്യക്തിവിരോധം. ഒന്നാമത്തെ കാര്യം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയോടുള്ള വ്യക്തിവിരോധമല്ല, ഇനി അത് ഗവർണറുടെ നയങ്ങളോട് പോലുമുള്ളതല്ല. SFI എന്ന കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം ചാൻസലർ എന്ന നിലയിൽ ഗവർണർ എടുത്തിട്ടുള്ള, ഹൈക്കോടതി ശരിവെച്ചിട്ടുള്ള ചില കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നത്. നോക്കൂ പ്രിന്റു, അങ്ങനെ ഒരു വിഷയത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ? ഇന്നലത്തെ സംഭവമാണല്ലോ ഈ ചർച്ചയ്ക്ക് ആധാരം. അതിൽ പ്രിന്റു പോലും ആവർത്തിക്കുന്നു ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ചു. ആ വിഷ്വൽസ് പൊതുമധ്യത്തിലുണ്ട്. എവിടെയാണ് ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ചത്? റോഡരികിൽ നിന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കരിങ്കൊടി കാട്ടുന്നതിന് നേരെ ചാടിയിറങ്ങുകയാണ് കേരളത്തിലെ ഗവർണർ. അങ്ങനെയല്ല സീത, ഇതിനകത്ത് എനിക്ക് സമയം തരണം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ ജയേന്ദ്ര സാറായിരുന്നാലും KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതായിരുന്നാലും അസിത പറഞ്ഞായിരുന്നാലും, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഉത്തരം പറയാൻ സാധിക്കും. എങ്കിലും നിങ്ങൾ എന്നോടൊരു മര്യാദ കാണിക്കുന്ന ചോദ്യം ചോദിക്കില്ലേ? ഞാനൊന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കും. ഇതില് ഒന്ന് മനസ്സിലാക്കേണ്ട നിലമേലെ സംഭവം നിങ്ങൾ നോക്കൂ. ഒന്നാമത്തെ ഒരു കാര്യം, ഈ ഗവർണർ വരുമെന്ന് കൃത്യമായിട്ട് പോലീസിനും അറിയാം, SP-ക്കും അറിയാം. നിലവിൽ 1 മണിക്കൂർ മുമ്പ് SFI-ക്കാർക്ക് അവിടെ റോഡരികിൽ നിൽക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അവിടെ വലിയൊരു ബാനർ കുത്തിക്കൊണ്ട് അതിൽ ചുറ്റും നിൽക്കാൻ SFI-ക്കാർക്ക് അവസരം ഒരുക്കുന്നു. രണ്ടാമതൊരു കാര്യം, ഗവർണർ വരുന്നതിന് തൊട്ട് 1 മിനിറ്റ് മുമ്പാണ് ഈ SFI-ക്കാരെ പിടിച്ച് തള്ളുന്ന നാടകം കളിക്കുന്നത്. അപ്പൊ സത്യത്തിൽ കേരളത്തിൽ സ്പോൺസേഡ് ആയിക്കൊണ്ട് ഗവർണറെ ആക്രമിക്കാനുള്ള ശ്രമമല്ലെന്ന് എന്താ പറയാ, ഇടപെടരുതേ എന്ന് പറഞ്ഞിട്ടും ഇടപെടേണ്ടി വരുന്നത്. ഒന്നാമത്തെ കാര്യം, പ്രിന്റ് പറഞ്ഞതുപോലെ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സംഘടന പ്രതിഷേധിക്കുന്നു. അവർ ഗവർണർ വരുന്ന വഴിയിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ്. ഇനി അവിടെ നിങ്ങൾക്കുള്ള ആക്ഷേപം എന്താണ്? ഇന്ന് BJP-യുടെ മറ്റേതൊക്കെയോ നേതാക്കളും പറയുന്നത് കേട്ടു, ഗവർണറുടെ യാത്രാ പ്ലാൻ ഉൾപ്പെടെ ചോർത്തി നൽകുന്നു പോലീസ് എന്ന്. സുഹൃത്തെ, ഗവർണറുടെ പരിപാടിയുടെ വിവരങ്ങൾ ചോർത്തി നൽകുന്നത് പോലീസ് അല്ല, രാജ്ഭവൻ PRO ആണ്. മാധ്യമപ്രവർത്തകരുടെ അടക്കം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു തീർക്കുന്നത് രാജ്ഭവനിൽ നിന്നാണ്, കേരളത്തിലെ പോലീസ് അല്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, റോഡ് സൈഡിൽ, ഒരു മിനിറ്റ് പ്രിന്റു ചേർത്ത് മറുപടി പറഞ്ഞോളൂ. രണ്ട്, റോഡ് സൈഡിൽ വിദ്യാർത്ഥികൾ കരിങ്കൊടിയുമായി പ്രതിഷേധിക്കാൻ നിൽക്കുമ്പോൾ പ്രിന്റു നോക്കൂ,
പ്രിന്റ് നോക്കൂ, സംരക്ഷണം റോഡ് ഒരുക്കേണ്ടത് സൈഡിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കാൻ കരിങ്കുടിയായി നിൽക്കുമ്പോൾ ഗവർണർ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുമ്പോഴേ അവരെ പിടിച്ചു മാറ്റേണ്ടതില്ലല്ലോ. ഗവർണറുടെ വണ്ടി അടുത്തെത്തുന്ന സമയത്ത് ആ വിദ്യാർത്ഥികൾ വണ്ടിക്കരികിലേക്ക് ചാടാതെ പോലീസ് കൃത്യമായി അവരെ പിടിച്ചു മാറ്റുന്നു. അതാണല്ലോ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള ഇടം എന്ന് പറയുന്നത്. ഈ നിലമേല നാടകവും യൂണിവേഴ്സിറ്റിയിലെ SFIക്കാരുടെ നാടകവും ഈ ഡിസംബർ 11 നാടകവും ഒക്കെ കേരള ജനത കണ്ടതല്ലേ? നിങ്ങൾ നോക്കൂ, ഒരു ഗവർണർക്ക് നേരെയും ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി തുടങ്ങിയ ആളുകളുടെ കാറിന് വട്ടച്ചുറ്റാനോ ഒരു 500 മീറ്റർ പരിസരത്ത് ഏതെങ്കിലും പ്രക്ഷോഭമോ പ്രതിഷേധമുണ്ടെങ്കിൽ അരമണിക്കൂർ മുമ്പ് ഈ കേരളത്തിലെ പോലീസ് അതിനെ മാറ്റിയിരിക്കണം. നിങ്ങൾ പിണറായി വിജയന്റെ ജാഥ നടന്നല്ലോ, പിണറായി വിജയന്റെ കേരള നടന്നില്ലേ, കേരള സദസ് നടന്നല്ലോ, ഈ രീതിയിലുള്ള സമരങ്ങൾ കണ്ടിരുന്നു, അന്നും പ്രതിഷേധം ഉണ്ടായിരുന്നല്ലോ. 1 കിലോമീറ്റർ പരിധിയിൽ ഏതെങ്കിലും പ്രതിഷേധക്കാർക്ക് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നോ? കരിങ്കൊടിയും കറുപ്പും കാണുന്ന സദസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധവും ഈ നാട്ടിൽ നടന്നില്ലേ പ്രിന്റു? അല്ല, പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാ പ്രതിഷേധം നടന്നത്? ഈ രീതിയിൽ പ്രതിഷേധമാണോ? പിണറായി വിജയന്റെ ബസ്സിന് ആരെങ്കിലും കല്ലെറിഞ്ഞിട്ടുണ്ടോ, കയറി അടിച്ചിട്ടുണ്ടോ, പ്രോട്ടോകോൾ വാഹനങ്ങൾ നിർത്തി കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. രണ്ട് രീതിയല്ലേ ഇവിടെ നടന്നത്. രണ്ട് സമയം നമ്മൾ കണ്ടല്ലോ. പിണറായി വിജയൻ പ്രിന്റ് ചെയ്തത് ഗവർണർ സഞ്ചരിച്ച വാഹനം നിർത്തിയപ്പോൾ അകമ്പടി പോയ മറ്റു വാഹനങ്ങളും നിർത്തുകയല്ലേ ചെയ്തത്? അങ്ങനെയല്ലേ വേണ്ടുന്നത്? അതോ ഗവർണറുടെ വാഹനം നിർത്തുമ്പോൾ പ്രോട്ടോകോൾ പോകുന്ന മറ്റു വാഹനങ്ങൾ വിട്ടങ്ങ് പോകാമോ? അസിത, നിലമേല സംഭവമാണ് മാത്രമാണ് ഈ പറഞ്ഞ ഗവർണർ വാഹനം എന്ന് പറയുന്നത്. നിങ്ങൾ ഡിസംബർ 11 എന്താ ചെയ്തത്? അന്നാണല്ലോ SFI പ്രക്ഷോഭം പ്രത്യക്ഷമായിട്ട് ഗവർണർക്കെതിരെ തുടങ്ങുന്നത്. അന്ന് പ്രോട്ടോകോൾ വാഹനം നിർത്തിയപ്പോഴാണ് ഗവർണറുടെ വാഹനം പ്രശ്നവുമില്ല എന്നല്ലേ ഗവർണർ പറഞ്ഞത്? പിന്നെ എങ്ങനെയാണ് ആ പ്രതിഷേധം നിലമേലെത്തുമ്പോൾ മാത്രം ഗവർണർ ഇത്ര അസ്വസ്ഥനാകുന്നത്? അങ്ങനെയല്ലല്ലോ അസിത. ഇവിടെ ഗവർണർ എന്ന് പറയുന്ന പദവിക്ക് ഒരു അന്തസ്സും ആഭിജാത്യവും ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യങ്ങളും കടമകളും അതിനോടൊരു നമ്മൾ കാണിക്കേണ്ട മര്യാദയുണ്ടല്ലോ. ആ മര്യാദ പാലിക്കാൻ അറിയാവുന്നതാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഇങ്ങനെ ചാടി ഇറങ്ങില്ലല്ലോ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പ്രായത്തെ കുറിച്ച് പല വേദികളിലും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രായമുള്ള അനുഭവ പരിചയമുള്ള ഒരാൾ വിദ്യാർത്ഥികൾക്ക് നേരെ ഇങ്ങനെ ചാടി ഇറങ്ങില്ലല്ലോ. അപ്പോൾ ആ പദവിയുടെ അന്തസ് അറിയാത്തത് ഗവർണർക്കാണ് പ്രിന്റു. അല്ല, അദ്ദേഹം അപ്പോഴും ഇറങ്ങിയിട്ട് ചോദിക്കുന്നത് അവിടുത്തെ SPയോടും അവിടുത്തെ പോലീസ് സംഘത്തോടുമാണ് ചോദിക്കുന്നത്, വിദ്യാർത്ഥികളോടല്ലോ. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഈ ക്രിമിനലുകളെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റണം എന്ന് അദ്ദേഹം പറയാണ്. അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം അറിയുന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിയുന്നു. അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ആളുകൾ അദ്ദേഹത്തെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യമാണ് അശ്വത മനസ്സിലാക്കേണ്ടത് നമ്മള്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നവകേരള സദസ്സ് നടന്നല്ലോ, പിണറായി വിജയൻ ഇതേപോലത്തെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ആ പ്രക്ഷോഭങ്ങളൊക്കെ എങ്ങനെയാണ് കേരള പോലീസ് കൈകാര്യം ചെയ്യുന്നത്? ഇവിടെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ. SFIക്കാർ എങ്ങനെയാണ് നമ്മൾ നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്തിട്ട്, മോനെ നീ അവിടെ നിൽക്ക്, ഗവർണർ ഇപ്പോൾ വരും, ഇതാ നമുക്ക് സമയമുണ്ട്, ഞങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങൾ മാറിക്കോ എന്ന് പറയുന്ന ആസൂത്രണ നാടകമല്ലേ കേരള പോലീസ് ചെയ്തത്? ഇതാണോ അത്? കേരള പോലീസ് ഒരു പക്ഷത്ത്, മറ്റൊന്ന് DYFയുടെ രക്ഷാസേന വേറെ. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളാണ് കേരളത്തിൽ കാണുന്നത്. അങ്ങനെ ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളെ കേരളത്തിൽ വേട്ടയാടാൻ അനുവദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അറിയാലോ, നിങ്ങൾ ഈ വേട്ടയാടലിന്റെ ഒക്കെ ഫലമായിക്കൊണ്ടാണ് ഇപ്പോൾ സർപ്ലസ് കാറ്റഗറിയിൽ ഗവർണർ വന്നിട്ടുള്ളത്. ഇനി SFIകളുടെ സമരം നമ്മളൊന്ന് കാണട്ടെ അസിത. അങ്ങനെ ഇവരെങ്ങനെയല്ലേ പറഞ്ഞത്? ഇവര് ഗവർണർ അങ്ങനെ മൂക്കിൽ കെട്ടി കുഞ്ഞിക്കിട്ടൻ പറഞ്ഞതുപോലെ ഈ മൂക്കിൽ കയറ്റാമെങ്കിൽ അങ്ങനെ കയറ്റട്ടെ. സർപ്ലസ് കാറ്റഗറിയിൽ ആളുകൾ വന്നല്ലോ, നിങ്ങൾ സമരം ചെയ്യും. ഇനി നിങ്ങളുടെ പ്രതിഷേധം കാണട്ടെ എന്നാണ്. കേന്ദ്രസേന ഇറങ്ങിയിട്ടുണ്ട്, ഇനി നിങ്ങൾ പ്രതിഷേധിക്കുന്നത് കാണട്ടെ എന്ന്. അത് പ്രിന്റുവിന് ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. ഇതിനേക്കാൾ വലിയ കേന്ദ്രസേന ഇറങ്ങിയ കാലത്ത് പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത ചരിത്രത്തിന്റെ തുടർച്ചയാണ് SFI എന്ന് ദയവ് ചെയ്ത് പ്രിന്റു മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളെ പട്ടാളം ഇറങ്ങിയാലും പ്രതിഷേധിക്കേണ്ടവർ പ്രതിഷേധിക്കും. പക്ഷെ ഇവിടെ വിഷയം അതല്ല. രാജ്യത്തിന് നിയമം അനുസരിച്ച് നീങ്ങേണ്ട ഒരാൾ, പ്രവർത്തിക്കേണ്ട ഒരാൾ, പെരുമാറേണ്ട ഒരാളാണ് ഗവർണർ എന്ന കാര്യം ആദ്യം പ്രിന്റു അംഗീകരിക്കണം. അദ്ദേഹം എന്താണ് പറയുന്നത്? കേരളത്തിൽ പ്രതിഷേധങ്ങൾ നിങ്ങളിങ്ങനെ പിണറായി വിജയനെതിരായിട്ട് പ്രഖ്യാപിച്ചൊരു പ്രതിഷേധമാണെങ്കിൽ അത് അതിൻ്റെതായ രീതിയിലാണ് കൈകാര്യം ചെയ്യുക. SFI സംസ്ഥാന സെക്രട്ടറി, അതിന്റെ സംസ്ഥാന കമ്മിറ്റി, ഗവർണർ എന്ന് പറയുന്ന ചാൻസലർ സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമായി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അതിപ്പോ കോടതി തന്നെ ശരിവെച്ചിട്ടുള്ളതാണ്. അത്തരം ഇടപെടലുകളിൽ നിന്ന് അദ്ദേഹം പിന്തിരിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് എതിരായിട്ട് സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധം നടക്കുന്നത്. പ്രഖ്യാപിത പരിപാടിയാണ്, പ്രകടനമായി വന്ന് നടത്തുന്ന പ്രതിഷേധം പറയും. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെതിരായിട്ട് നടന്ന പ്രതിഷേധം എങ്ങനെയാണ്? ചാവേറുകളാണ്, അവിടുന്ന് ഇവിടുന്ന് ചാടി വീഴുക ആൾക്കാര്. ഇത് അങ്ങനെയല്ല, ഇത് പ്രകടനമായി വന്ന് പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്.
അതിപ്പോ ഏതെങ്കിലും ഒരു സംഘടന ഞങ്ങൾ ഇതാ മുഖ്യമന്ത്രിയുടെ ഇന്ന പരിപാടിക്ക് പ്രതിഷേധം നടത്തും. അപ്പൊ അതിനതിൻ്റെതായ സംവിധാനം പ്രതിഷേധിക്കാം. ആ പ്രതിഷേധത്തോടൊപ്പം തടയും, മുഖ്യമന്ത്രിക്ക് തടസ്സമില്ലാതെ പരിപാടി നടത്താൻ പറ്റും. ഇവിടെ എന്താണ്, ഈ ഗവർണറുടെ സഞ്ചാരത്തിനെതിരായിട്ട് അദ്ദേഹം യാത്ര ചെയ്യുന്ന സ്ഥലത്ത് പ്രതിഷേധത്തിന്റെ കരിങ്കൊടികൾ ഉയർത്തി ഈ നയത്തിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയാണ്. വിദ്യാർത്ഥികളുടെ ക്യാമ്പസുകളുടെ വികാരം കാണിക്കുകയാണ്. അങ്ങനെ വികാരം കാണിക്കുന്നത് എന്താണ്, ഒരു ചാവേർ സംഘമായിട്ട് വന്നല്ല, മുൻകൂട്ടി പ്രഖ്യാപിച്ച് തീരുമാനമനുസരിച്ച് പോലീസിനും പത്രക്കാർക്കൊക്കെ അറിയാവുന്ന സമരമാണ് SFI നടത്തിക്കൊണ്ടിരിക്കുന്നത്. DYF ഇവിടെ കോൺഗ്രസ്സുകാർ നടത്തിയ അതല്ല. അവരെന്താണ്, കരിങ്കൊടിയായി വന്നിട്ട് ഓടുന്ന വാഹനത്തിന് മുമ്പിലൊക്കെ ചാടാനാണ് നോക്കിയത്. അതൊരു തരം എന്താണ്, ഒരു ചാവേർ പരിപാടിയാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് പോലീസിന് ആ രീതിയിൽ ഇടപെട്ട് അതിനെ തടയേണ്ടി വന്നത്. പക്ഷെ ഇവിടെ വിഷയം അതൊന്നുമല്ല. നമ്മൾ ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ലല്ലോ. ഇവിടെ ഗവർണർ എന്ന് പറയുന്ന പദവി, ആ പദവിക്കനുസരിച്ചാണോ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രശ്നം. അദ്ദേഹത്തിൽ അർപ്പിതമായ ഉത്തരവാദിത്തം ഭരണഘടന പറയുന്ന രീതിയിൽ നിർവഹിക്കേണ്ട ആളാണ്. അദ്ദേഹം ഭരണഘടന പറയുന്ന രീതിയിലല്ല സർവകലാശാലകളുടെ കാര്യം നിർവഹിക്കുന്നത് ചാൻസലർ എന്ന നിലയ്ക്ക്. അതാണ് കോടതി അദ്ദേഹത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്തത്. നിയമസഭ പാസാക്കിയ ബില്ലില് ഒപ്പിടാൻ അദ്ദേഹത്തിന് അർപ്പിതമായ ഉത്തരവാദിത്തം അദ്ദേഹം ചെയ്യുന്നില്ല. അദ്ദേഹത്തെ കോടതി ശാസിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് അജ്ഞതയിൽ നിർത്തിയിട്ട് ഇവിടെ SFIക്കാർ എന്തോ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിന് പ്രതിഷേധ അക്രമമല്ല, ഒരു ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് അത് പിണറായി വിജയനായാലും നരേന്ദ്രമോദിയായാലും ഇനി ആ ജനാധിപത്യ വ്യവസ്ഥയുടെ അധികാരം കൈയാളുന്ന ഗവർണർമാരെ പോലുള്ള ആളുകളായാലും അവർക്കെതിരായിട്ട് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും. അത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാണ്. ആ പ്രതിഷേധത്തെ ആ രീതിയിൽ തന്നെ കാണുന്നതിന് പകരം കൈക്കട ബാനർ, അടിക്കട SFIക്കാരനെ എന്നൊക്കെ പറഞ്ഞ് തെരുവിലിറങ്ങാനും ഈ മലപ്പുറം SP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പരസ്യമായി ചീത്ത പറയാനൊക്കെ, അവരെ ഷൗട്ട് ചെയ്യാനൊക്കെ ഒരു മര്യാദയും വിവേകവും ഉള്ള ഒരാൾ ചെയ്യൂ. അദ്ദേഹം ഗവർണർ പോട്ടെ, അദ്ദേഹം പ്രായമുള്ള ഒരാളല്ലേ. ആ പ്രായത്തിന്റെ ഒരു പക്വത, വിവേകം അദ്ദേഹം കാണിക്കേണ്ട. അതൊന്നും കാണിക്കുന്നില്ല. അദ്ദേഹം ചീറ്റപ്പുലിയെ പോലെ തെരുവിലിറങ്ങി ഇങ്ങനെ കുതിക്കുകയല്ലേ. ആളുകളിലൊക്കെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു മൊത്തം ഇളകിപ്പോയ ഒരാളെ പോലെ പെരുമാറുകയില്ല. അങ്ങനെ പെരുമാറാൻ പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഭരണഘടനാ പദവിയാണ്. ഇനി കേരളത്തിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഇങ്ങനെ ഒരു നീക്കമുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ അർപ്പിതമായ ഭരണഘടന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആ രീതിയിലേക്ക് കേരളത്തോട് നടപടിക്ക് ആവശ്യപ്പെടുകയല്ലേ വേണ്ടത്. അല്ലാതെ അദ്ദേഹം തെരുവിലിറങ്ങി ഒരു പാവപ്പെട്ട ഒരു ജ്യൂസ് കടക്ക് മുമ്പിൽ കസേരയും വലിച്ചിട്ട് ഇറങ്ങി, എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ 1000 രൂപ കൊടുക്കുക. ആരുടെ പൈസ ഇത് കൊടുക്കുന്നത്? ഇയാൾ കാണിക്കുന്ന തോന്നിയാസത്തിനൊക്കെ തന്നെ ഈ കേരളത്തിലെ നിങ്ങളും ഞാനും ഒക്കെ അടങ്ങുന്ന സമൂഹത്തിലെ ആളുകളിൽ നിന്ന് പിരിക്കുന്ന പണ ഇയാളുടെ രാജ്ഭവന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ രാജ്ഭവനിൽ നിന്ന് അദ്ദേഹം പറ്റുന്ന പണം അദ്ദേഹത്തിന്റെ ഈ തെരുവ് നാടകങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇത് കൃത്യമായ ഒരു ആഭാസത്തരമാണ്. ആ കാര്യം നമ്മൾ തിരിച്ചറിയണം. അതേസമയത്ത് ഗവർണർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ന്യായമുണ്ടോ, വസ്തുതയുണ്ടോ? ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് എന്താണ്? രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ട്, ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്. അതിനകത്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ, ഒരുപാട് വ്യവഹാരങ്ങൾ ഇപ്പം നിലവിലുണ്ട്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഗവർണർ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള RSSന്റെ ഒരു അജണ്ട എന്നുള്ള കളിയാണ്. അതുകൊണ്ടാണല്ലോ, അതിൽ താല്പര്യമുള്ള പ്രതിപക്ഷം ആയതുകൊണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിലമേല് അദ്ദേഹത്തിനോടൊപ്പം പോയി ഇരുന്നത് ഒരു BJPക്കാരിയല്ല, ഒരു കോൺഗ്രസ്സുകാരിയാ. കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് മെമ്പറാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായ ഒരു കളിയാണ്. കേരളത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള 1958 59 ഒക്കെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിമോചന സമര സഖ്യം നടത്തിയ ആ കളിയുടെ ഒരാവർത്തനമാണ്. പക്ഷെ ഇത് 59 അല്ല. കാര്യങ്ങൾ ജനങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവും. പ്രിന്റു നോക്കൂ, ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടായി, ഗവർണർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടായി എന്നൊക്കെ ആവർത്തിക്കുന്നുണ്ട് പ്രിന്റു. ലോ ആൻഡ് ഓർഡർ തകർന്ന ഒരു ഇടമായിരുന്നു കേരളമെങ്കിൽ 1.25 മണിക്കൂർ ആ നിലമേൽ ടൗണിൽ എങ്ങനെയാണ് ഗവർണർക്ക് ഒരു പ്രശ്നവുമില്ലാതെ ചെലവഴിക്കാൻ സാധിച്ചത്? അതിനു മുൻപ് മിഠായി തെരുവിൽ ഗവർണർ നടത്തിയ ഒരു നാടകം ഓർമ്മയില്ലേ പ്രിന്റു? സത്യത്തിൽ കേരളത്തിലെ ക്രമസമാധാന നില എങ്ങനെയാണ് എന്നുള്ളത് ഗവർണർ തന്നെ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയല്ല സിത. ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക്, ഇപ്പൊ ഗവർണർ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു വ്യക്തിക്ക് കേരളത്തിന്റെ തെരുവിലെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു. ഒരു പറ്റം ആളുകൾ അദ്ദേഹത്തെ നിരന്തരമായി വെല്ലുവിളിക്കുന്നു, അദ്ദേഹത്തിനെതിരെ കരിങ്കുടി ഉയർത്തുന്നു, അദ്ദേഹത്തിന്റെ കാർ അടിച്ച് തകർക്കുന്നു.
എന്നിട്ട് നിരന്തരമായി ഗോബാക്ക് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇത്രയും ദിവസങ്ങൾ ഡിസംബർ 11 മുതൽ 27 തീയതി വരെ നിരന്തരമായി വേട്ടയാടുന്ന സാഹചര്യം, വേട്ടയാടുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന തിരഞ്ഞെടുക്കപ്പെട്ട പദവിയിലുള്ള ഒരാളെ അല്ല, പിണറായി വിജയനല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു ഗവർണർക്കെതിരെ ഈ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്താൻ ഇന്ത്യൻ ഭരണഘടനാ പദവി എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നു. ശരിയാണ്, അദ്ദേഹം ഭരണഘടനാ പദവി വഹിക്കുന്ന ആളാണ്. പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഏതൊരു ജനപ്രതിനിധിയും കേരളത്തിലെ ജനങ്ങൾ അവരുടെ മെറിറ്റിനനുസരിച്ച് തെരഞ്ഞെടുത്ത ആളാണ്. ഇത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷി ആരാണോ, ഇവിടെ BJP കെട്ടിയിറക്കിയ സംവിധാനമാണ് കേരളത്തിലെ ഗവർണർ എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കണം ഹസിന, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ എന്നിവർക്ക് നേരെ കൃത്യമായിട്ട് ഏതൊക്കെ രീതിയിലാണ് പെരുമാറേണ്ടതെന്നും അവർ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട് ഹസിന. ഇത്തരത്തിലുള്ള ആഭാസ സമരങ്ങൾ ഗവർണർക്കെതിരെ നടത്താൻ പാടില്ല. നിങ്ങൾക്ക് ഗവർണർക്കെതിരെ ആക്ഷേപമുണ്ടെങ്കിൽ രാജ്ഭവന് മുമ്പിൽ നിങ്ങൾക്ക് പ്രതിഷേധം നടത്താം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നിങ്ങൾക്ക് കോടതിയിൽ പോകാം. ഇപ്പൊ കോടതിയിലുള്ള വ്യവഹാരങ്ങള്, നിങ്ങൾ കോടതിയിലെ സുപ്രീം കോടതി ബില്ല് ഒപ്പിടാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു, ഇവിടെ ഗവർണർക്കെതിരെ അല്ല പ്രശ്നം, ചാൻസലർക്കെതിരെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. ഇനി ഗവർണർ, ചാൻസലർ ആയിരിക്കുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ പാടില്ല എന്നാണെങ്കിൽ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റുന്ന ഒരു ബില്ല് നിയമസഭ പാസാക്കി വിട്ടിട്ടുണ്ടല്ലോ, അതിൽ ഒപ്പിട്ട് അന്തസ്സായിട്ട് മാറട്ടെ, പിന്നെ ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധവും ഉണ്ടാകില്ലല്ലോ. നേരത്തെ ജയചന്ദ്രൻ സാറും അസിതയും ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയല്ല ചാൻസലർ എന്നും, ആരിഫ് മുഹമ്മദ് എന്ന വ്യക്തിയല്ല മറ്റേ ഗവർണർ, രണ്ടും ഒരാളല്ലേ. അതാണ് പ്രിന്റ് നോക്കൂ, ആ വ്യത്യാസം പ്രിന്റ് ഒന്ന് മനസ്സിലാക്കൂ. ഇപ്പോൾ പ്രിന്റ് പറയുന്നു ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇവിടെ SFI എന്ന സംഘടന പ്രതിഷേധിക്കുന്നത് ഗവർണർക്കെതിരെ അല്ല, ചാൻസലറുടെ നടപടികൾക്കെതിരെയാണ്. അപ്പോൾ ചാൻസലർ ആയിരിക്കുന്ന ആൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം ഗവർണർ പദവി കൂടി വഹിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ ഈ ഗവർണർ പദവിയുടെ ഭരണഘടനാ മൂല്യം ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? അതുകൊണ്ടാണല്ലോ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റുന്ന ഒരു ബില്ല് തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധികൾ എത്തിയ ഒരു നിയമസഭ പാസ്സാക്കിയിട്ടുള്ളത്. അത് ഒപ്പിട്ട് അന്തസ്സായിട്ട് മാറട്ടെ പ്രിന്റു, അപ്പോൾ പിന്നെ ഈ രണ്ടും രണ്ടാകുന്നല്ലോ, അവിടെ വ്യത്യാസം പ്രശ്നം ഉണ്ടാകുന്നില്ല. ഞാൻ പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ പരിധിയിലുണ്ടല്ലോ സിത. സുപ്രീം കോടതിയിൽ ഇത് കൃത്യമായിട്ടുള്ള ഓർഡർ വരട്ടെ. നിങ്ങൾ ചാൻസലർക്കെതിരെയാണ് ഞങ്ങളുടെ സമരം, ഗവർണർക്കെതിരെ എന്നൊക്കെ പറയുമ്പോൾ രണ്ട് വ്യക്തികൾക്കെതിരാവണം. നിങ്ങൾ സമരം ചെയ്യുന്നത് ഗവർണർ എന്ന രീതിയിൽ അദ്ദേഹം ഗവർണർ പങ്കെടുക്കേണ്ട പരിപാടികളല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളിൽ മാത്രം വരുന്ന സമയത്തല്ലേ ചാൻസലർ എന്ന രീതിയിൽ അദ്ദേഹത്തിനെ നിങ്ങൾ എതിർക്കേണ്ടത്? അദ്ദേഹത്തിന്റെ സ്വകാര്യ ചടങ്ങുകൾ എങ്ങനെയാണ് നിങ്ങൾ എതിർക്കുക? നിങ്ങൾ ഈ പറഞ്ഞ ലോജിക്ക് വെച്ചിട്ട് ചാൻസലർക്കെതിരെയാണ് സമരം. അങ്ങനെയാണെങ്കിൽ ചാൻസലർ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസകരമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ തടഞ്ഞോ? അദ്ദേഹം സ്വതന്ത്രമായിട്ട് വ്യക്തിപരമായിട്ടും അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾ അങ്ങനെയാണെങ്കിൽ ഗവർണർ എന്ന രീതിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് സിദ്ധ തടയാനുള്ളത്? അത് പറയണം നിങ്ങൾ. അത് ലോജിക്കല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ ലോജിക്ക് ഇതിനും ബാധകമല്ലേ? രണ്ട് രീതിയിലാണല്ലോ. പിന്നെ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു അധികാരം കണ്ടിട്ടാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തെന്ന് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രൊഫൈൽ KT കുഞ്ഞിക്കണ്ണൻ അറിയാഞ്ഞിട്ടാ. നിങ്ങൾ മനസ്സിലാക്കണം, 26-ാമത്തെ വയസ്സിൽ MLA-യും 33-ാമത്തെ വയസ്സിൽ കേന്ദ്രമന്ത്രി 2 തവണയും 4 തവണ MP ആയിട്ടുള്ള ആളാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന് നല്ല പ്രായത്തിൽ, എന്നിട്ട് അദ്ദേഹത്തിന് 77-ാമത്തെ പ്രായത്തിൽ എന്തെങ്കിലും അധികാരത്തിന് വേണ്ടി കാണിക്കുന്ന തോന്നിയസമാണെന്ന് നിങ്ങൾ പറയല്ലേ? ഇവിടെ ഭരണഘടനാ മൂല്യങ്ങൾ, ഭരണഘടനാ ലംഘനങ്ങൾ പദവിയിൽ എത്തുമ്പോഴാണല്ലോ മറ്റെന്തെങ്കിലും എതിരേക്കെങ്കിലും ഒക്കെ കയറിക്കൂടണമല്ലോ എന്ന് ആലോചിച്ച് ഇത്തരത്തിൽ വെപ്രാളം ഉണ്ടാകുന്നത്. കേരളത്തിലെ ഗവർണർക്ക് നിലവിൽ അതാണ് പ്രശ്നം. ഇനി പ്രിന്റ് പറഞ്ഞതുപോലെ മുൻപ് അത്തരം വിഷയങ്ങളിൽ ധീരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇപ്പോൾ ഷബാനു കേസിന്റെ സമയത്തൊക്കെ ഇന്നത്തെ ഗവർണറായിരുന്ന അന്നത്തെ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് നമുക്കറിയാം. പക്ഷേ പ്രിന്റിയുടെ പ്രശ്നം അദ്ദേഹം BJP-യിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം BJP-ക്കാരുടെ അതേ നിലവാരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പ്രിന്റ് പറഞ്ഞതുപോലെ അദ്ദേഹം കേരളത്തിന്റെ ഗവർണറാണ്, സർവകലാശാലകളുടെ ചാൻസലറാണ് എന്ന വിഷയത്തിലേക്ക് വരുന്നത്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ M ജയചന്ദ്രൻ, ഇന്നിപ്പോൾ ഞാൻ അത് തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഗോവിന്ദ മാസ്റ്റർ ആയിക്കോട്ടെ, K മുരളീധരൻ ആയിക്കോട്ടെ, ഇവരോടൊക്കെ ഗവർണർ പദവിയിൽ നിന്നും അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് പറയുന്നത് X പോയാൽ Y വരും. അതായത് BJP ചില കൃത്യമായ ലക്ഷ്യത്തോടു കൂടി എല്ലാ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കും ചില ആളുകളെ ഗവർണർ പദവിയുമായി കെട്ടിയിറക്കി വിടുന്നു. അപ്പോൾ നിലവിൽ അവർ ചെയ്യുന്ന നടപടികളുമായി പ്രതിഷേധിച്ച് അവരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അടുത്തത് വരുന്ന ആളും ഇതോ ഇതിനപ്പുറമോ ചെയ്യുമെന്നുള്ളതാണ്. എന്ത് ഗതികെട്ട അവസ്ഥയിലേക്ക് ഒരു രാജ്യം പോകുന്നു എന്നുള്ളതാണ് ശ്രീ ജയചന്ദ്രൻ കാണേണ്ടത്. അസിത, ഇവിടെ പിന്നെ ഇതിൽ കുറച്ച് രാഷ്ട്രീയമായ വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ കൂടെ അടങ്ങുന്നുണ്ട്. അതുകൂടെ നമ്മൾ കണ്ടു പോകേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും KT ഒക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, BJP-യുടെ പ്രതിനിധിയായിട്ട് പ്രിന്റുവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ ആ ഒരു പിന്നെ പൊളിറ്റിക്കൽ സൈഡ് കൂടെ ഒന്ന് പറഞ്ഞു പോകാമെന്നാണ് എനിക്ക് അങ്ങനെ താല്പര്യം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
കാരണം ഇപ്പോ ഗവർണറുടെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള പ്രവർത്തികൾ, പ്രതികരണങ്ങൾ, നടപടികൾ ഒക്കെ കണ്ടാൽ അതൊന്ന് ശരിക്കും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന ഒരേ ഒരു കാര്യത്തിലേക്കാണ് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവും. അതായത് SFIയുടെ സമരം പോരാ അദ്ദേഹത്തിന്. SFIയുടെ പ്രതിഷേധം കൊണ്ട് അദ്ദേഹം മതിയാക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പൊതുബോധ നിർമ്മിതിക്ക് അതത്ര വളക്കൂറാവുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടത് ഇത് LDF അദ്ദേഹത്തിനെതിരായ സമരം ഏറ്റെടുക്കണം, LDFനെ കൊണ്ട് ഏറ്റെടുപ്പിക്കണം. ഇതാണ് ഗവർണർ കാണുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സമരമുഖം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇന്നും നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം BMS അക്കാദമിയിൽ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോ പൊതുരാഷ്ട്രീയ സാഹചര്യം രാജ്യത്തെ മൊത്തം വിലയിരുത്തുന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രത്യേകമായ സാഹചര്യം ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി CCയിൽ റിപ്പോർട്ട് ചെയ്യുകയും അതിന്മേൽ പ്രത്യേകമായ ചർച്ചകൾ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് CPIM നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണമുള്ളത് ഏക സംസ്ഥാനം കേരളമാണ്. അവിടെ ഈ ഗവർണർ എന്ന ഭരണഘടനാ പദവി ഉപയോഗിച്ച് BJPയെ സംബന്ധിച്ച് കേരളത്തിൽ അവരുടെ അജണ്ടകൾ ഇതുവരെയും നടപ്പാക്കാനേ കഴിയില്ല. അത്തരത്തിലുള്ള ജനസമ്മതി അവർ കിട്ടുന്നില്ല. പിന്നെ മാൻഡേറ്റ് ഉള്ള ജനസമ്മതി വലിയ തോതിൽ നിലനിൽക്കുന്ന LDF ഗവൺമെന്റിനെതിരെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായി തന്നെയാണ് ഗവർണർ പദവിയെ ആരിഫ് മുഹമ്മദ് ഖാനിലൂടെ അവർ ഉപയോഗപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് ചാൻസലർ പദവിയും അതേ തരത്തിൽ തന്നെയാണ് അവരതിനെ മോൾഡ് ചെയ്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം നന്നായി സഹകരിക്കുന്നുമുണ്ട്. അപ്പൊ ഇനിയിപ്പോ വേണ്ടത് ഇദ്ദേഹത്തിന്റെ ഇടതുമുന്നണിയെ തന്നെ ഗോതയിലേക്ക് ഇറക്കുക, തെരുവിലേക്ക് ഇറക്കുക എന്നുള്ളിടത്താണ്. അത് CPIM കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ ഇക്കാര്യം വിശദമായി പരിശോധിക്കുമെന്നും അതിനനുസൃതമായ തീരുമാനങ്ങൾ തന്നെ എടുക്കുമെന്നും ഇപ്പോ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജനാധിപത്യ വിരുദ്ധമാണ് ഗവർണർ കാണിക്കുന്ന നിലപാടെന്ന്. അതിനപ്പുറത്തേക്ക് ഇതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ, അദ്ദേഹം എന്താണ് ഈ ഉള്ളടക്കത്തിലൂടെ ജനങ്ങളിലേക്ക് എങ്ങനെ BJPക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്ക് CPIMന്റെ പരമോന്നത നേതൃസമിതി വിലയിരുത്തുകയും ജനങ്ങളെ അറിയിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ ഈ കുട്ടികളെ എന്നുള്ളത് മാറ്റി എപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം നമ്മളെല്ലാം കേൾക്കുന്നതല്ലേ, മുഖ്യമന്ത്രിയാണ് ഈ ഗുണ്ടകളെ അയക്കുന്നത്, തെമ്മാടികളെ അയക്കുന്നത്. തെമ്മാടികളും ഗുണ്ടകളുമാണ് വിദ്യാർത്ഥി നേതാക്കൾ, വിദ്യാർത്ഥി പ്രവർത്തകർ. അദ്ദേഹത്തിന് ഒന്ന് ആലോചിച്ച് നോക്കൂ വസ്തുത. ഈ പ്രിന്റുവിനും അറിയാം, അദ്ദേഹവും ഈ വിദ്യാർത്ഥി രാഷ്ട്രത്തിൽ കൂടെ മുമ്പോട്ട് വരുന്നയാളാണല്ലോ. നോൺ ബെയിലബിൾ ആയിട്ടുള്ള കേസിൽ ഈ ചെറുപ്പക്കാരൊക്കെ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? അവരുടെ ഭാവി എന്താണ്? അവരുടെ പേരൻസിന്റെ ഉത്കണ്ഠ, ഇതൊക്കെ ഈ ഗവർണർ എന്ന് പറഞ്ഞു. താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ, സോഷ്യലിസ്റ്റിന്റെ ആ മഹനീയതയൊക്കെ പറഞ്ഞല്ലോ. ഒന്ന് ആലോചിക്കണ്ടേ? ഈ പോലീസിനെ കൊണ്ട് FIR എഴുതിപ്പിച്ച് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവിടുന്ന് മടങ്ങിപ്പോവാൻ ഈ മഹത് വ്യക്തി കൂട്ടാക്കിയത്. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ഉന്നം? ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിന് ഇവരല്ല വേണ്ടത്. LDF ഈ ഗവർണർക്കെതിരായ, ചാൻസലർ എന്നുള്ളത് മാറ്റി ഗവർണർക്കെതിരായ സമരമായിട്ട് ഒരു സമരം വികസിപ്പിച്ചുകൊണ്ട് വരികയും അങ്ങനെ ഇന്ത്യയില് ഭരണഘടനാപരമായി സംസ്ഥാനങ്ങളുടെ കീഴിലാണല്ലോ പോലീസിങ്, ക്രമസമാധാന പാലനം ഉള്ളത്. അത് തകർന്നു എന്ന് വരുത്തണമെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല ഇക്കാലത്ത്. അത് CRPF വന്നുകൊണ്ടൊന്നും അതൊന്നും മാറില്ല. പ്രിന്റ് തെറ്റിദ്ധാരണ കൊണ്ടാണ് പറയുന്നത് CRPF വന്നു, ഇനി SFIക്കാർ എന്ത് ചെയ്യുമെന്ന് കാണട്ടെ. ഒന്നും കാണാനില്ല. കേരള പോലീസിന്റെ സുരക്ഷ കഴിഞ്ഞിട്ടേ ഇല്ല. കേരള പോലീസിന്റെ സുരക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ. അതിന്റെ അകത്ത് ഒരു ഭാഗം ഇവരങ്ങ് ഏറ്റെടുക്കുന്നു കേന്ദ്ര ഉത്തരവ് മൂലം എന്നുള്ളതല്ലാതെ കേരള പോലീസിന്റെ സുരക്ഷ അവസാനിപ്പിച്ചോ എന്ന ഒരക്ഷരം, ഒരു വരി വേണ്ട, ഒരക്ഷരം താങ്കൾക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഞാൻ പ്രധാനപ്പെട്ട മഹത്തായ പ്രൊഫഷൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ പണി തന്നെ ഞാൻ അങ്ങ് നിർത്തും. താങ്കൾ അങ്ങനെ സമർത്ഥിക്കാൻ എന്നോട് താങ്കൾക്ക് കഴിയുമെങ്കിൽ സമർത്ഥിച്ച് തെളിയിക്കണം. അതിന് CRPFന്റെ Z+ സെക്യൂരിറ്റി കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇതെല്ലാം ജയിച്ചിരിക്കുന്നു. ഇനി കേരള പോലീസിന് അവിടെ യാതൊരു റോളും ഇല്ല. അങ്ങനെയല്ല പ്രിന്റു. രാജ്ഭവന് മാത്രമാണ് CRPFന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ഇതുവരെ ലഭിച്ചിട്ടുള്ളത് കേന്ദ്രത്തിൽ നിന്ന്. കേട്ടോ പ്രിന്റു ആദ്യം തന്നെ പറയുന്നുണ്ട് CRPF വരുന്നു, അവർ സുരക്ഷ ഒരുക്കാൻ പോകുന്നു, ഇനി ഒന്നും നടക്കില്ല എന്ന്. പക്ഷേ കേരളത്തിൽ അത് സംബന്ധിച്ച് നിർദ്ദേശമൊന്നും ഇല്ല ഇതുവരെ. അങ്ങനെയല്ല.
അസിത, അങ്ങനെയല്ല. CRPF വന്നു കഴിഞ്ഞ് എല്ലാ SFIയുടെ പ്രതിഷേധവും പ്രക്ഷോഭങ്ങളെ അങ്ങ് വെടിവെച്ച് തീർക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. ഇതേ രീതിയിലാണ് പ്രക്ഷോഭമെങ്കിൽ ഈ ഗവർണർ 50 മീറ്ററും 10 മീറ്ററിനും ഇടയിൽ SFIക്കാർ സമരത്തിനാണ് ഇനി പോകുന്നതെങ്കിൽ SFIക്കാർക്ക് ഈ സാധാരണ കേരള പോലീസിന്റെ FIR അല്ലേ ഉണ്ടാവുക? ഇനി NSC നോക്കൂ, NIA ഏറ്റെടുക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഈ സർപ്ലസ് കാറ്റഗറിയുള്ള ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സർപ്ലസ് കാറ്റഗറിക്ക് 100 മീറ്ററോ 200 മീറ്ററോ ഇനി 500 മീറ്ററിന്റെ ഇടയിൽ വരുന്ന ആളുകളെ ഏതെങ്കിലും രീതിയിൽ അവരെ നേരെ പിടിച്ച് ഡൽഹിയിലേക്ക് അയക്കും. കേസ് ഡൽഹിയിലാണ് അതിന്റെ കേസും കാര്യങ്ങളും ഉണ്ടാവുക. അത് മനസ്സിലാക്കണം നിങ്ങൾ. അല്ല കേരള പോലീസ് അല്ല ഇനി FIR ഇടുക. സർപ്ലസ് കാറ്റഗറിയുള്ള ആൾക്ക് തന്നെ ഇന്നലത്തെ ഗവർണറുടെ നാടകത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാകുകയല്ല. പ്രിന്റു അത് അറിയാതെ പറയുകയാണ്. പ്രിന്റു അല്പസമയം എന്നെ ഒന്ന് കേൾക്കണം. ഇന്നലെ എന്താണ് സംഭവിക്കുന്നത്? ഗവർണർ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ നിലമേലെത്തിയപ്പോൾ SFIയുടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ റോഡ് സൈഡിൽ ബാനർ ഉയർത്തി പ്രതിഷേധിക്കുന്നു. ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാകുന്നില്ല. ഗവർണറുടെ വാഹനത്തിന് മുൻപിൽ അകമ്പടി പോകുന്ന വാഹനങ്ങൾ ഗവർണറുടെ വാഹനം നിർത്തിയതോടുകൂടി, ഒരിക്കലും ഗവർണറുടെ ഡ്രൈവർ സ്വമേധയെ നിർത്തില്ലല്ലോ, ഗവർണറുടെ നിർദ്ദേശപ്രകാരം നിർത്തിയതോടുകൂടി മുന്നിൽ പോരുന്ന അകമ്പടി വാഹനങ്ങളും നിൽക്കുന്നു. ഗവർണർ ചാടിയിറങ്ങുന്നു. പിന്നെ ആകെ സിനിമാറ്റിക് മോഡിലാണ്. ഗവർണർ എന്താണ് പറയുന്നത്? എനിക്കെതിരെ ആക്രമിക്കാൻ വന്നു, എന്റെ വാഹനത്തിന് നേരെ കമ്പെറിഞ്ഞു, വടിയെറിഞ്ഞു, കമ്പി എറിഞ്ഞു. എവിടെ എറിഞ്ഞു പ്രിന്റു? ആ വിഷ്വൽസ് നമ്മുടെ മുന്നിലുണ്ട്. മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമം. അപ്പോഴും ആ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്തത്? പോലീസിന്റെ നിയന്ത്രണത്തിൽ അവർ മാറി നിൽക്കുന്നു. ഗവർണറുടെ ലക്ഷ്യം നിങ്ങളെക്കാളും നന്നായിട്ട് അവർക്ക് അറിയാം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഗവർണർ എന്താണ് പറയുന്നത്? ഞാൻ ദൂരെ നിൽക്കുമ്പോൾ എനിക്കെതിരെ പ്രതിഷേധിക്കും, ഞാൻ അടുത്തു പോയാൽ അവർ പേടിച്ചു മാറുമെന്ന്. അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ച് ഇവിടെ എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞാൻ അത് പറയുന്നില്ല. പക്ഷേ പ്രിന്റു പറയുന്നത് പോലെ പദവി അതെന്താണെന്നുള്ളത് അദ്ദേഹം മറന്നു പോകുകയല്ലേ പ്രിന്റു? അല്ല, അങ്ങനെയല്ല. അദ്ദേഹത്തിന് പോലും ഈ കേരളത്തിന്റെ മണ്ണിൽ സുരക്ഷിതത്വമില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം അദ്ദേഹത്തിനുണ്ട്. സുഹൃത്തെ, എവിടെയാണ് സുരക്ഷിതത്വം നഷ്ടപ്പെട്ടത്? റോഡ് സൈഡിൽ കുറച്ച് ആളുകൾ നിന്ന് ബാനർ ഉയർത്തി അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വം എവിടെയാണ് സുഹൃത്തെ നഷ്ടപ്പെട്ടത്? 50 SFIക്കാരെ ഗവർണറുടെ വാഹനം അവിടെ വരുമെന്നും ഗവർണറും SFIക്കാരും തമ്മിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമെന്നും പോലീസിന് അറിയാത്ത സാഹചര്യമൊന്നുമില്ലല്ലോ. ഈ 50ഓളം SFIക്കാരെ മാറ്റാൻ പറ്റാത്തവരാണ് കേരള പോലീസ്. അപ്പൊ ബോധപൂർവം ഞങ്ങൾ എന്തോ ഗവർണർക്കെതിരെ ചെയ്യും, അത് വീണ്ടും ചെയ്യും. ബാനർ ഉയർത്തുന്നത് ആദ്യത്തെ 2 അകമ്പടി വാഹനം ആ ബാനർ കടന്ന് വിദ്യാർത്ഥികളെ കടന്നു പോകുകയും ചെയ്യുന്നുണ്ട്. ഗവർണറുടെ വാഹനവും അങ്ങനെ തന്നെ പോയേനെ. അത് പോകേണ്ടത് തീരുമാനിച്ചത് ആരാണ്? ഈ ഗവർണർ അല്ലേ പ്രിന്റു? അങ്ങനെയാണോ അസിത അവിടുത്തെ സംഭവങ്ങൾ കാണുന്നത്? പോലീസ് എന്ത് ബന്ധവസിലാണ് വിദ്യാർത്ഥികളെ? വിദ്യാർത്ഥികളെ പോലീസ് തടഞ്ഞു നിർത്തുന്നുണ്ട്. ഗവർണറുടെ വാഹനം അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ ഗവർണറുടെ വാഹനത്തിന് ചുരുങ്ങിയത് 300 മീറ്റർ ദൂരെയാണ് വിദ്യാർത്ഥികൾ നിൽക്കുന്നത്. ആ വാഹനത്തിനടുത്തേക്ക് ഒരു വിദ്യാർത്ഥികളും വരുന്നില്ല പ്രിന്റു. അവിടെയാണ് ഗവർണറുടെ തിരക്കഥ പൊളിഞ്ഞുപോയത്. ഈ വിഷ്വൽ മീഡിയയും അത്യാധുനിക സംവിധാനങ്ങളുമുള്ള ഫോണുകളും ഒക്കെ ഇത്രമാത്രം വികസിച്ചൊരു നാട്ടിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഗവർണർ മറന്നുപോയി എന്ന് തോന്നുന്നു പ്രിന്റു. അല്ല നിങ്ങൾ നോക്കൂ, വലിയ 100 മീറ്ററോളം വരുന്ന ബാനർ കുത്തി അതിന് തൊട്ടു താഴെ SFIക്കാര്, അവരോട് ചിരിയും കളിയും പറഞ്ഞിരിക്കുന്ന പോലീസുകാര് ഗവർണറുടെ വാഹനം വരുന്ന സമയത്ത് അതാ വാഹനം വരുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങല്ലേ, ഇവിടെ നിൽക്കുക എന്ന് പറയുന്ന പോലീസുകാർ. ഈ നാടകത്തെയാണ് ഗവർണർ എതിർക്കുന്നത്. ഈ നാടകം കേരളത്തിൽ നിങ്ങൾ തുടങ്ങിയിട്ട് ഡിസംബർ 11 തുടങ്ങിയതാണ്. മുന്നിലുള്ള ദൃശ്യങ്ങളിൽ ആവർത്തിച്ച് കളവ് പറയുന്നത് പ്രിന്റു? ആ ദൃശ്യങ്ങൾ എന്തിനാണ് പ്രിന്റു നമ്മുടെ മുന്നിലുള്ള ദൃശ്യങ്ങളിൽ ആവർത്തിച്ച് കളവ് പറയുന്നത്? നോക്കൂ, ആ വിഷ്വൽസിൽ നോക്കൂ. ആ വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തുകയാണ്. വിഷ്വൽസ് സ്ക്രീനിലേക്ക് കാണിക്കൂ ദയവായി. ആ വിദ്യാർത്ഥികളെ പോലീസ് തടഞ്ഞു നിർത്തുകയാണ്. ഗവർണറുടെ വാഹനം വരുന്നതിന് മുൻപ് വിദ്യാർത്ഥികളെ പോലീസ് തടഞ്ഞു നിർത്തുകയാണ്. ഗവർണറുടെ അടുത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നില്ല. അവർ ബാനർ ഉയർത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ എവിടെയാണ് പ്രിന്റു പ്രകോപനം? അല്ല, അതിനകത്ത് ഒരു കാര്യമുണ്ട് അസിത. ഒരു കൂട്ടം ആളുകൾ ഇദ്ദേഹത്തിന് നിരന്തരമായി വേട്ടയാടിയിട്ടും പോലീസ് സംവിധാനമോ അദ്ദേഹം SP അടുത്തേക്കല്ല ആദ്യം ചെല്ലുന്നത്. എന്താണ് ഈ ന്യൂസൻസ് ആളുകൾ കാണിക്കുന്നത്? ഈ ക്രിമിനൽസ് എന്താ ചെയ്യുന്നത്? ഇവരെ ഇതുവരെ മാറ്റാനായില്ലേ എന്നാണ് അദ്ദേഹം ആദ്യം ചോദിക്കുന്നത്. ഇദ്ദേഹം കാണാൻ തുടങ്ങി ഡിസംബർ 11 മുതൽ പ്രതിഷേധിക്കാനുള്ള ആളുകളുടെ അവകാശത്തെ റദ്ദ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ളതാണോ പ്രിന്റു? അങ്ങനെയല്ല. ഈ ഞാൻ പറയും, ഇത് ഒന്നാമത്തെ സംഭവമല്ല. അദ്ദേഹത്തിന്റെ കാർ അടിച്ചു പൊളിച്ചില്ല അസിത. എവിടെ അടിച്ചു പൊളിച്ചു? ഞാൻ പറയുന്നത് ഇന്നലെ നിലമേലുണ്ടായ സംഭവത്തെ കുറിച്ചാണ്. കാർ അടിച്ചു പൊളിച്ചെന്ന് പ്രിന്റു ആവർത്തിക്കുന്നുണ്ട്. ഇന്നലെ ഗവർണർ പറയുന്നു എന്റെ വാഹനത്തിന് നേരെ ആക്രമിച്ചു. നമ്മൾ എവിടെയും കാണുന്നില്ല ആ ദൃശ്യങ്ങളിൽ ആക്രമിച്ചത്. അപ്പോൾ ആ ദൃശ്യങ്ങളിൽ അത് ഇല്ലല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഗവർണർ പറയുന്ന മറുപടി എന്റെ വാഹനത്തിന് നേരെ ഒരു വടിയോ കമ്പിയോ വരുന്നതായി എനിക്ക് തോന്നി എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു തോന്നലിന്റെ പേരിലാണോ ഇദ്ദേഹം ഇന്നലെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നടത്തിയത്?
അല്ല അസിത, ഇത് ഈ സംഭവമല്ലല്ലോ. ഗവർണർ വാഹനം ഇതിനു മുമ്പ് ആക്രമിച്ചിട്ടുണ്ടല്ലോ, ഇല്ലാത്ത സാഹചര്യമൊന്നുമില്ലല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ പ്രിന്റു പറയുന്ന സംഭവം തിരുവനന്തപുരത്ത് നടന്നതാണല്ലോ. അതിനുശേഷം ഗവർണർ എത്ര പരിപാടികളിൽ പങ്കെടുത്തു? ഇടുക്കിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്നൊരു ഹർത്താൽ ഓർമ്മയുണ്ടോ പ്രിന്റു? അന്ന് ഇടുക്കിയിലേക്ക് പോകാൻ അന്ന് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി പോലുമല്ല. ആ പരിപാടിയിൽ ഗവർണർക്ക് ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ CPIM അന്ന് അവിടെ ഒരു ഹർത്താൽ നടത്തുമ്പോൾ ഞാൻ അവിടേക്ക് പോകുമെന്ന് വെല്ലുവിളിച്ചു പോയ ഗവർണറാണ് ഈ മനുഷ്യൻ. അന്ന് അദ്ദേഹത്തിന് പ്രശ്നമില്ലായിരുന്നു, സുരക്ഷയെക്കുറിച്ച് പേടിയില്ലായിരുന്നു. അല്ല, സുരക്ഷയെ കുറിച്ചുള്ള പേടിയില്ലല്ലോ. അദ്ദേഹം അവിടെ ഇറങ്ങിയിട്ട് ഈ സമരം അവസാനിപ്പിക്കണമല്ലോ. SFIയുടെ ആവശ്യം എന്താ? ഗവർണർ ഗോ ബാക്ക്. അദ്ദേഹം അവിടെ വന്നിട്ട് പറയുന്നു എന്താണ് നിങ്ങളുടെ പ്രശ്നം? അദ്ദേഹം ചോദിക്കാണ്, SPയോട് ചോദിക്കുന്നു, SFIക്കാരോട് ചോദിക്കുന്നു. അവരുടെ പ്രശ്നം അവിടെ അവസാനിക്കേണ്ടതല്ലേ? അവിടെ അവസാനിച്ച പ്രശ്നം ഇല്ല. ഇത് നിരന്തരമായിട്ട് ഈ ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് നേരെ, ഇവരെ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ നിരന്തരമായിട്ട് ചെയ്യുന്ന എന്താ പറയുക, ഒരു വേട്ട സംഘത്തെ പോലെ നിരന്തരമായി അദ്ദേഹത്തിന് ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയതുകൊണ്ട് അദ്ദേഹം ചങ്കൂറ്റത്തോടു കൂടി നടു റോട്ടിലിരുന്ന് ശ്രമിക്കുന്നുവെന്ന് ആവർത്തിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് SFI പ്രതിഷേധിക്കുന്നത് എന്നാണ് ചുരുങ്ങിയ പക്ഷം മനസ്സിലാക്കിയിരിക്കുന്നത് പ്രിന്റു? SFIയുടെ പ്രതിഷേധം വേറൊന്നുമല്ല. AKG സെന്ററിൽ നിന്ന് കുറെ ചാൻസലർ, വൈസ് ചാൻസലർമാരെയും സിൻഡിക്കേറ്റ് മെമ്പർമാരെയും സെനറ്റ് മെമ്പർമാരെയും ഒക്കെ കൊടുത്ത് അത് സാധാരണ രീതിയിൽ അപ്രൂവൽ ആക്കുന്ന ഗവർണർമാരെയാണ് കേരളം കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് കേരളത്തിലെ ഈ SFIയുടെ DYFIയുടെ നേതാക്കന്മാരുടെ ഭാര്യമാരുടെ നിയമനത്തിലടക്കം ഇടപെട്ട ഒരു ഗവർണർ എന്ന രീതിയിൽ അദ്ദേഹം AKG സെന്ററിലെ ആളുകളാണോ കേരള ഹൈക്കോടതിയിലും വിധി പ്രസ്താവന നടത്തുന്നത് പ്രിന്റു? ശരി, പ്രിന്റുവിന്റെ വാദം ശരിയാണെങ്കിൽ AKG സെന്ററിൽ ഇരിക്കുന്ന ആളുകളായിരിക്കണമല്ലോ കേരള ഹൈക്കോടതിയിലും ഈ കേസുകളിലൊക്കെ വിധിന്യായം നടത്തുന്നത്. അങ്ങനെയാണോ? കോടതി ശരിവെച്ച കേസാണിത്. അല്ല, ഇതിനകത്ത് അസിത സ്വാഭാവികമായിട്ട് ഈ കേരളത്തിലെ കോളേജുകളിലും നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ നടക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയല്ലോ. ആ ട്രഡീഷണൽ സംവിധാനത്തെ ഒരു സ്റ്റേറ്റിന്റെ നല്ല രീതിയിലുള്ള പോക്കിന്റെ ഭാഗമായി കൊണ്ട് ഇവരുടെ ഉരുക്കുമുഷ്ടി കണ്ടിട്ട് എല്ലാ സമയത്തും അപ്രൂവൽ ആക്കുന്ന ഗവർണർമാരെ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അല്ല ശരി, ഞാൻ സമ്മതിച്ചു. സർക്കാരിന്റെ നേതൃത്വം ഒരിക്കലും സർക്കാരിന്റെ ഇത്തരം ഭീഷണികളിലും പേടിപ്പെടുത്തലുകളിലും ഒരു ഗവർണർ വീടെടുത്തു. ഞാൻ സമ്മതിച്ചു, ആ വാദം ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ കോടതി എന്താണ് അതിനെ ഓൺ ചെയ്യാതിരുന്നത് പ്രിന്റു? ആ നിയമനം എന്തുകൊണ്ട് കോടതി റദ്ദു ചെയ്തു? അസിത, ഈ നിങ്ങൾ ഈ പറയുന്ന സംഗീത് ചാൻസലർ കേരളത്തിൽ വന്നിട്ട് എത്ര വർഷമായി? അല്ലേ, വന്നിട്ട് എത്ര വർഷമായി? നിങ്ങൾ അന്നൊന്നും എന്റെ അദ്ദേഹത്തിനെതിരെ ഈ രീതിയിലുള്ള പ്രതിഷേധമോ പ്രക്ഷോഭങ്ങളോ ഒന്നും ഉണ്ടാകാതിരുന്നത്? ഞാൻ പറയാം, നിങ്ങളുടെ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ കൃത്യമായി ഇടപെട്ടു. അതല്ലേ ഉണ്ടായത്? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ രാകേഷിന്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് നിങ്ങളുടെ പ്രശ്നം. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ DYFIയുടെ ഭാര്യമാരുടെ നിയമനം നടത്തുന്ന സെന്ററുകളാക്കി മാറ്റുമ്പോൾ അതിനെ ഈ കേരളത്തിൽ ഞാൻ ഗവർണർ ആണെങ്കിൽ അനുവദിക്കില്ലേ എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. അവിടെ തുടങ്ങി നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ പറയുന്ന ആളുകളെ സംഘപരിവാർകാരെ നോമിനേറ്റ് ചെയ്ത കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു സർക്കാർ പറയുന്നതെല്ലാം ഗവർണർ അംഗീകരിക്കില്ല എന്ന്. ശരി, അംഗീകരിക്കേണ്ട. ആ വിഷയം ഹൈക്കോടതി റദ്ദ് ചെയ്തതാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ ഇടപെട്ടതിനാണ് ഈ പ്രശ്നമെന്ന്. ചാൻസലർക്കെതിരെയല്ലേ പ്രതിഷേധമെന്ന് ചോദിക്കുമ്പോൾ പ്രിന്റു പറയുന്നു ചാൻസലർ ഗവർണർ കൂടിയാണല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണർ പദവി ചാൻസലർ രണ്ടാക്കുന്ന ബില്ലിൽ ഒപ്പിട്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അതിനും പറ്റില്ല എന്ന് പറയുന്നു. ഈ നാട്ടിൽ എങ്ങനെ ഭരണ സംവിധാനം മുന്നോട്ട് പോകണമെന്നാണ് പ്രിന്റു നിങ്ങൾ കരുതുന്നത്? അല്ല, ഞാൻ AKG സെന്ററിൽ നിന്ന് പറയുന്ന ലിസ്റ്റുകൾ അംഗീകരിച്ചുകൊണ്ട് പഞ്ചപുത്തമടക്കിക്കൊണ്ട് കേരള ഗവൺമെന്റ് പിണറായി വിജയനെ നമിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതാണോ നിങ്ങൾ പറയുന്നത്? ശരി, ഞാൻ ആവർത്തിക്കുന്നതുകൊണ്ടാണ്. നോക്കൂ, ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമരം SFI എന്ന വിദ്യാർത്ഥി സംഘടന ഉയർത്തുന്ന വിഷയത്തിൽ ഒരു മെറിറ്റ് ഉണ്ട്. നിലവിൽ ആ വിഷയത്തിന്റെ മെറിറ്റിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണോ ഇത്തരത്തിൽ സംഘപരിവാറിന്റെ കേന്ദ്രങ്ങളിൽ നിന്നും നടക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതോടൊപ്പം ഈ പ്രിന്റുവിന്റെ ഒരു ശുദ്ധഗതി കൊണ്ടാണോ എന്ന് അറിയില്ല, അദ്ദേഹം കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. NIA ഇടപെടിക്കാനാണ് പരിപാടി. അതാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഈ അമിത്ഷായും മോഡിയും ചേർന്ന് NIA-UAPA നിയമത്തിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതി എന്താണ്? സംസ്ഥാന പോലീസിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ അനുമതിയില്ലാതെ എല്ലാ സംസ്ഥാനങ്ങളിലും തങ്ങൾക്ക് ഇടപെടാം. അപ്പൊ രാജ്യത്തെ ഭീകരവിരുദ്ധ നിയമത്തിന്റെ ഒരു സാധ്യത ഉപയോഗിച്ച് തങ്ങൾക്ക് അനഭിമതരായ എല്ലാ ആളുകളെയും വേട്ടയാടാം. ഇപ്പൊ പ്രിന്റ് വളരെ കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇനി പഴയതുപോലെ സാധ്യമല്ല. NIA വരും, SFIക്കാരെ പിടിച്ച് ഡൽഹിയിലായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. NIA കോടതി അവിടെയായിരിക്കും. പ്രിന്റുവിനോട് എനിക്ക് പറയാനുള്ളത്, ജയ് ശ്രീരാം വിളിച്ചിട്ട്
ആ ശ്രീരാമന്റെ നാമത്തിൽ പാവപ്പെട്ട മനുഷ്യരെ, മുസ്ലിം നാമധാരികളെ രാജ്യത്തൊട്ടാകെ വളഞ്ഞു വെച്ച് തല്ലിക്കൊല്ലുന്ന, അവർ സഞ്ചരിക്കുന്ന കാറുകളിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ട് കത്തിച്ച് കളയുന്ന, ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ള നിരവധി സംഘപരിവാർ ക്രിമിനൽ സംഘങ്ങളുടെ നേതൃത്വമാണ് നിങ്ങൾ RSSും BJP എന്ന് പറയുന്നത്. അപ്പൊ ആ BJP RSSകാര് ഈ അക്രമത്തോടൊക്കെയുള്ള പ്രതിഷേധമാണെങ്കിൽ, ഇവിടെ പ്രഖ്യാപിതമായ ഒരു പ്രതിഷേധമാണല്ലോ SFIക്കാർ നടത്തുന്നത്. അവരെയാണല്ലോ നിങ്ങൾ NIA കൊണ്ടുവരും എന്ന് പറയുന്നത്. പക്ഷേ മനുഷ്യരുടെ സ്വതന്ത്രമായ സഞ്ചാരത്തെ, ഒരു കാറിൽ പെണ്ണന്വേഷിക്കാൻ കല്യാണാലോചനയ്ക്ക് പോയ ആളുകളെയാണല്ലോ നൂഹ് പട്ടണത്തിൽ വെച്ച് ബജ്രംഗ് ദളുകാര് വിളിച്ച് വളഞ്ഞു വെച്ച്, അവരുടെ പേര് മുസ്ലിം പേരായതുകൊണ്ട്, എന്നാൽ നിങ്ങൾ കന്നുകാലി കടത്തിന് വന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് കാറിലേക്ക് പെട്രോൾ ഒഴിച്ച് തീയിട്ട് കൊന്നുകളഞ്ഞത്. അവിടെ എന്തേ പ്രിന്റെ ഈ NIA പോകാത്തത്? NIAന്റെ കാലിന് നീർവീക്കം വന്നു. എന്തേ NIAക്ക് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റാത്തത്? ഈ കേരളത്തിലേക്ക് ഈ ഗവർണറുടെ താന്തോന്നിത്തത്തെ തടയാൻ നിങ്ങൾ വന്നാൽ, അയാൾക്കെതിരായി പ്രതിഷേധിക്കാൻ വന്നാൽ ഞങ്ങൾ NIA ഇറക്കും, UAP ഉപയോഗിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് ചില്ലറ തൊലിക്കട്ടി പോലെ എന്റെ പ്രിന്റു. താങ്കളെ പോലുള്ള ആളുകളെ ഇത്തരം ഒരു ചർച്ചയിലെങ്കിലും ഒരു ആവരണം സൂക്ഷിക്കണമല്ലോ. ഒരു ജനാധിപത്യത്തിന്റെ ഒരു സംവാദാത്മകമായ പ്രിന്റെ, ഞാൻ സംസാരിച്ചതിന് ശേഷം താങ്കൾക്ക് അവസരം തരും, അപ്പൊ സംസാരിച്ചോളൂ, അപ്പൊ മറുപടി പറഞ്ഞു, മാന്യമായി മറുപടി പറഞ്ഞു. അപ്പൊ താങ്കൾക്ക് ഒരു സംവാദത്തെ സൂക്ഷിക്കേണ്ട ജനാധിപത്യപരമായ ഒരു ആവരണം പോലും സൂക്ഷിക്കാൻ കഴിയാതെ താങ്കളുടെ വർഗീയ അക്രമ അജണ്ടയുടെ കോർമ്പല്ലുകളാണ് ഈ ചർച്ചയിൽ പുറത്തു വന്നത്. വ്യക്തിപരമല്ല കേട്ടോ, RSSനെ പ്രതികരിക്കുന്ന ഒരാളെന്ന നിലക്കാണ് താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ RSSന്റെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര അജണ്ടയും അത് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൻ്റെതാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയ തന്ത്രം. അതാണ് കേരളം പോലൊരു സംസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് ഒരർത്ഥത്തിലും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഉള്ള അക്കൗണ്ടും പൂട്ടിച്ച സമൂഹമാണ് മലയാളികളുടേത്. അപ്പൊ ഇവിടെ എന്താണ്, NIA ഇറക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. അതൊന്നും NIA തടവില് നമുക്ക് സ്റ്റാലിൻ ആ പാതിരിയൊക്കെ എത്ര ഭീകരമായിട്ടാണ് NIA കസ്റ്റഡിയില് ജയിലറയില് മരണപ്പെട്ടു പോയത്. അപ്പൊ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ചിന്തിക്കുന്നത്, നിങ്ങൾ NIA ഇറക്കി, നിങ്ങൾ ഭീകരത സൃഷ്ടിച്ച് തടങ്കൽ പാളയങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ടാലും ഞങ്ങൾ അത് സഹിക്കും. ഒരു രാജ്യം ഇന്നത്തതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക്, ഏകാന്തവും ചെറുതുമായ ഒരു ജാല പോലെ രാജ്യം ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ, അതിന്റെ മതനിരപേക്ഷ ജനാധിപത്യ ഉള്ളടക്കത്തെയൊക്കെ ഇല്ലാതാക്കി അത് അങ്ങേയറ്റം മതാത്മകമായ ഭൂരിപക്ഷം മതരാഷ്ട്രമാക്കാനുള്ള നീക്കം നടക്കുമ്പോൾ ഈ NIA ഒന്നും ഞങ്ങൾക്ക് ഭയമില്ല. NIA വന്നാലും പോലീസ് ഭീകരതയുണ്ടായാലും അതിനെയൊക്കെ പ്രതിരോധിച്ചു പോകും. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, രാജ്യം ലിഖിതമായ ഭരണഘടനയാണ്. ആ ലിഖിതമായ ഭരണഘടനയുടെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ് ഭരണാധികാരത്തിൽ ഔദ്യോഗിക പദങ്ങൾ വഹിക്കുന്ന ആളുകൾ പ്രവർത്തിക്കേണ്ടത്, പെരുമാറേണ്ടത്. ഗവർണർ അങ്ങനെ പെരുമാറുന്നില്ല എന്ന് പറയാൻ നിങ്ങളുടെ NIA കാണിച്ച് പേടിപ്പിച്ചാലൊന്നും ഞങ്ങൾ പിന്നോട്ട് പോകില്ല. ഞങ്ങൾ അത് പറയും, പ്രതിഷേധിക്കും. പക്ഷെ ആ പ്രതിഷേധത്തെ അക്രമോ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിലുള്ള പരിക്കേൽപ്പിക്കാനോ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവനെ ഹാനി വരുത്താനോ ഉള്ള നീക്കമല്ല. നിങ്ങൾ അങ്ങനെ ചിത്രീകരിച്ചാലൊന്നും അതൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇവിടെ തന്നെ അക്ഷിത അതിന്റെ വിഷ്വൽസ് കാണിക്കാമെന്ന് പറഞ്ഞല്ലോ, വിഷ്വൽസ് കാണിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ താങ്കൾ എന്താണ് നുണകൾ പറഞ്ഞ്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്തോ SFIക്കാർ വലിയ അക്രമം നടത്തി. SFI എന്ന് പറയുന്നത് കേരളത്തിലെ ക്യാമ്പസുകൾ ഏറ്റവും വലിയ വിദ്യാർത്ഥി സ്വാധീനമുള്ള വലിയൊരു ബഹുജന പ്രസ്ഥാനമാണ് പ്രിന്റു. അതിനെ നിങ്ങൾ ഒരു ക്രിമിനൽ സംഘമായി അക്രമി സംഘമാക്കി ഈ ഗവർണർ പറയുന്നത് പോലെ താങ്കളൊരു മലയാളി കേരളത്തിൽ ജീവിക്കുന്നതാണല്ലോ, അദ്ദേഹം ഉത്തരേന്ത്യയിൽ ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള ജനാധിപത്യ ബഹുജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. ശരി ജയചന്ദ്രൻ, നോക്കൂ, ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഇത്രയും നാൾ നമ്മൾ ED വരുന്നേ പണ്ട് കുട്ടികളുടെ ഭൂതം വരുന്നേ എന്ന് പറഞ്ഞതുപോലെ ED വരുന്നേ എന്ന് കേട്ടെങ്കിൽ ഇനിയിപ്പോൾ NIA വരുന്നേ എന്ന് കേൾക്കേണ്ടി വരുമോ? NIA വന്നോട്ടെ അസിത, അതുകൊണ്ടൊന്നും ഈ കേസ് NIA വന്നാലൊന്നും എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രിന്റു അടക്കമുള്ള ആൾക്കാർ വിചാരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തീരുന്നതാണോ വിഷയം? കാരണം ഇത് പിന്നെ ചാൻസലർ എന്ന നിലയ്ക്ക് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്തിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ നടപടികളോടൊന്നും തന്നെ പിന്നെ രാഷ്ട്രീയമായി നേരിടാനായി LDF തീരുമാനിച്ചിട്ടില്ല, അത്ര ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുമില്ല. അതേസമയം വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ SFI ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കും എന്ന് പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇത് മാറ്റിയിട്ട് ഇടതുമുന്നണി LDFനെ തെരുവിലിറക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതിന്റെ പേരിലാണ്
അതിന്റെ ഒരു പീക്ക് ലെവലിൽ നിന്നുകൊണ്ടാണ് ഇവരൊക്കെ NIA ഒക്കെ വരും സ്വപ്നം കാണുന്നത്. അത് കേവലം സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കുകയും ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ന അവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ ഭരണഘടനാ പദവിയിൽ നിൽക്കുന്ന ആള്, അദ്ദേഹം ഈ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച എന്ന അവസ്ഥ ഏറ്റവും അധികം യോജിക്കുന്ന ഒരു വ്യക്തിയായി കേരളത്തിലെ ചാൻസലറും ഗവർണറുമായ ഈ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തി മാറിക്കഴിഞ്ഞു എന്നുള്ളത് കഷ്ടം എന്ന് മാത്രമേ അദ്ദേഹത്തെ പറ്റി പരിതപിക്കാൻ കഴിയുന്നുള്ളൂ. അല്ലാതെ NIA കാണിച്ചാലൊന്നും ഇവിടെ ആരും വരണ്ടു പോവുകയുമില്ല. കാരണം ഇതെല്ലാം കോടതിയുടെ മുമ്പിൽ ഒരു ജുഡീഷ്യൽ റിവ്യൂവിൽ ഇരിക്കുന്ന പ്രശ്നങ്ങളാണ്. പ്രിന്റു ചാൻസലർ ചെയ്ത നടപടികളെല്ലാം ആ ജുഡീഷ്യൽ റിവ്യൂവിൽ ഇതെല്ലാം മറനീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ തിന്മകൾ, ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ അതൊന്നും അനുവദിച്ചു കൊടുക്കാനും ആവില്ല എന്ന് കോടതിക്ക്, ഏത് കോടതിക്കും പറയാൻ കഴിയൂ. അപ്പൊ എന്ത് NIA വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. അത് തന്നെയാണ് കാര്യം. അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്ടിക, നിങ്ങൾ ചില പ്രതീക്ഷകളുണ്ട്, ആ പ്രതീക്ഷകളുടെ അസ്ഥിവാരത്തിൽ തന്നെ അത് തകർന്നടിയാനെ ഇതൊക്കെ ഉപകരിക്കും. കാരണം ജനങ്ങൾ, വോട്ടർമാരാണല്ലോ, അവർ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ ഒരു ഈ ഇലക്ഷൻ മുമ്പിൽ നിൽപ്പുണ്ട്. അപ്പൊ അവിടെ എന്ത് വേണം, താങ്കൾ എന്ത് ചെയ്യണം എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതാ ഞാൻ ആദ്യം പറഞ്ഞ പൊതുബോധ നിർമ്മിതി എന്ന് പറഞ്ഞത്. ഈ ഇടതുപക്ഷ വിരുദ്ധമായ ഒരു പൊതുബോധ നിർമ്മിതി അദ്ദേഹം ആവുന്നത്ര വളർത്തിക്കൊണ്ടുപോകാനും പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് ജനങ്ങൾ അദ്ദേഹത്തിനെതിരാവുകയാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, BJPക്ക് എതിരാവുകയാണ്. കേരളത്തിലെ പബ്ലിക് സൈക്കിയുടെ നില ഇപ്പൊ അങ്ങനെയാണ്. അത് മനസ്സിലാക്കാതിരിക്കുന്നത് BJPയുമായി ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ ആരിഫ് മുഹമ്മദ് ഖാനും അദ്ദേഹത്തിന് അനുയായികളും മാത്രമേ ഉള്ളൂ. ഒരു തർക്കത്തിന് സമയമില്ല. ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് ഇന്നലെ അവിടെ പ്രതിഷേധിച്ചവർ എന്ന വാദത്തിൽ പ്രിന്റ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് അസിത ഒറ്റ കാര്യം ഞാൻ പറയാം. ഒന്ന്, ഞാൻ പറഞ്ഞത് ഈ രീതിയിലുള്ള ഗവർണർ ആക്രമിക്കുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇനി പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമതൊരു KT കുഞ്ഞിക്കണ്ണൻ ഏത് ചർച്ചയിൽ പോയി കഴിഞ്ഞാൽ അവസാനം RSSന്റെ ഈ മുസ്ലിം വിരുദ്ധത പറയുന്നുണ്ട്. KT കുഞ്ഞിക്കണ്ണൻ ഒന്ന് മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്ത് സിംഗൂരിലും നന്ദിഗ്രാമിലുമാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ കേരളത്തിൽ NDF എന്ന് പറയുന്ന മുസ്ലിം ഭീകരവാദ സംഘടനയെ നാദാപുരത്ത് മുസ്ലിം സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയും അവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാർ അതിക്രൂരമായി ചർച്ചയ്ക്ക് സാധ്യതയുള്ള വിഷയമായതുകൊണ്ടും KTക്ക് അതിൽ വിശദമായ മറുപടി ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടും ആ ചർച്ചയിലേക്ക് ഞാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടപെടുന്നു. എന്റെ ചോദ്യത്തിലേക്ക് ഒരു പ്രിന്റ് പ്ലീസ്, ദയവായി പ്രിന്റ്, സമയമില്ലാത്തതുകൊണ്ടാണ്. ദയവായി പ്രിന്റ് നോക്കൂ. മുസ്ലിം ചെറുപ്പക്കാരനെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ കഴുത്തറുത്ത് കൊന്നത് CPM-കാരാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ബീഫിന്റെ പേരിൽ തല്ലിക്കൊന്ന കഥയൊക്കെ വീണ്ടും പറയേണ്ടി വരും പ്രിന്റു. അത് സമയമില്ല, അത് ഈ സമയങ്ങളിൽ ഒന്നും നിൽക്കില്ല എന്നുള്ളത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് പ്രിന്റു ആവർത്തിച്ചിരുന്നു. ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യം പ്രിന്റു നോക്കൂ, പ്രിന്റു ഒന്ന് കേൾക്കൂ ദയവായി. പ്രിന്റു ആവർത്തിച്ചിരുന്നു ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പ്രതിഷേധിച്ചവർ തടഞ്ഞു, SFIക്കാർ തടഞ്ഞു, അത് സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയലായിരുന്നു എന്ന് പറഞ്ഞു. ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നോക്കൂ പ്രിന്റു, നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ യുവമോർച്ചയുടെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരുന്നു. അന്ന് യുവമോർച്ച അവിടെ നടത്തിയത് ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ വിനിയോഗിക്കലായിരുന്നോ, മുഖ്യമന്ത്രിയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയലായിരുന്നോ? മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധത്തെ പോലെ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം അസിത കാണല്ലേ? അസിത ഭരണഘടനയുടെ ഗവർണറുടെ അധികാരവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളൊന്ന് പരിശോധിക്കുക. ഗവർണറുടെ അധികാരവും ഗവർണറുടെ ഏതിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും ഏത് രീതിയിലാകാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഗവർണർ പോകുന്നതിന് 500 മീറ്റർ പരിധിയിൽ നിന്ന് പോലും കരിങ്കൊടി ഉയർത്തരുത് എന്ന ഗവർണറുടെ പ്രോട്ടോകോളിൽ, ഗവർണറുടെ ഭരണഘടനാ പദവിയിൽ പറയുന്നുണ്ടോ? പ്രോട്ടോകോളിൽ ഗവർണർ പദവിയിൽ വഹിക്കുന്ന ആളുകൾക്കിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഒരു കാരണവശാലും തടസ്സപ്പെടുത്തരുത്. അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രതിഷേധത്തെ പോലീസ് കൃത്യമായിട്ട് ഇല്ലാതാക്കണം. ഗവർണർക്ക് നേരെ നടത്തുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം തടയലും യുവമോർച്ച മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ നടത്തുന്ന കരിങ്കൊടി പ്രതിഷേധം സഞ്ചാര സ്വാതന്ത്ര്യം തടയലല്ലാതാകുകയും ചെയ്തത് എങ്ങനെയാണ്? അങ്ങനെയല്ലല്ലോ. ഒരേ സമരമാണല്ലോ, ഒരേ സമരമുറ പ്രിന്റ്, ഒരേ സമരമുറ. ബുദ്ധിയും ബോധമുള്ള ഒരാളും ബുദ്ധിയും ബോധവുമുള്ള ഇന്ത്യയിൽ ഒരു പ്രസ്ഥാനങ്ങളും ബുദ്ധിയും ബോധമില്ലാത്ത SFIക്കാർ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ തെരുവിൽ ഗവർണർക്കെതിരെ സമരം നടത്തുന്നത്. എന്ത് കണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ചാൻസലർക്കെതിരെ പ്രിന്റു, ചാൻസലറുടെ നടപടികൾക്കും നയങ്ങൾക്കുമെതിരെ പ്രിന്റു. ഞാൻ പറയാം, ഹസീന, ലഷ്കർ-e-തൊയ്ബ പോലുള്ള തീവ്രവാദികൾ പോലും കാശ്മീരിൽ പോലും ഈ ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള തെരുവിൽ പ്രതിഷേധങ്ങൾ കണ്ടിട്ടില്ല.
ഇന്ത്യ കാണാത്ത ഒരു സാഹചര്യത്തിലേക്കാണ്. ഒന്നില്ലെങ്കിൽ കെ ടി കുഞ്ഞിക്കണ്ണനെ പോലെ ആളുകള് ശരിയാണ് പ്രിന്റു, അങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയിട്ടും എന്നെ ആക്രമിച്ചോ എന്ന് വെല്ലുവിളിച്ച് തെരുവിലിറങ്ങിയിട്ടും ആ ഗവർണർക്ക് ഒരു പ്രശ്നവുമില്ലാത്തത് അത് കേരളമായതുകൊണ്ട് തന്നെയാണ്. പ്രിന്റു പറഞ്ഞത് വളരെ ശരിയാണ്. എന്നത് മാത്രമല്ല, ആ ചോദ്യം ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുക കൂടി ചെയ്യുകയാണ്. ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുന്നു പ്രതിഷേധക്കാർ, SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ എന്ന് പറയുമ്പോൾ നവകേരള സദസ്സിന് നേരെ നടന്ന പ്രതിഷേധങ്ങളിൽ ഏത് നിലയിലാണ്? അപ്പോൾ അന്ന് ഈ പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയലായിരുന്നോ എന്നുള്ള ചോദ്യം, അതിൽ പ്രിന്റിന് കൃത്യമായ മറുപടിയില്ല. വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, M. ജയചന്ദ്രൻ, പ്രിന്റു മഹാദേവ ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്.